എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. പരത്തിന്റെ പേര് പറഞ്ഞിട്ടാ വാട്ടർഫോഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഇവിടെ കാണാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ എടുത്ത റൂം ഇതാണ്. 1700 രൂപയ്ക്കാണ് ഞങ്ങൾ എടുത്തത്. വീണ്ടും ഞങ്ങൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത്രയും ലാഭത്തിന് AC റൂം കിട്ടൂല അല്ലേ? നമ്മൾ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ നമ്മളൊരു കൊട്ടവഞ്ചിനകത്ത് കയറിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ശരീരം എല്ലാം നന്നായിട്ട് തിരുമിച്ച് വെയിലത്തകത്ത് കാരണം നമ്മൾ തിരിച്ചു വരും. അല്ലേ? നമുക്ക് നേരെ റൂമിന് പുറത്തിറങ്ങാം. ഫൈനലി നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മൾ വന്ന സ്ഥലം ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. വലിയ കുഴപ്പമില്ലാത്ത ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത AC റൂം കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ പാർക്കിങ്ങും കിട്ടി. ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇതുണ്ടോ, ഹെഗനകള്ളി ഫോൾസ്, അതായത് ഇത് കൊട്ടവഞ്ചി കൊട്ടവഞ്ചി, പിന്നെ അതേപോലത്തെ വാട്ടർഫോൾസ്, മസാജ്, തിരുമല, പിന്നെ ഫുഡ്, മീൻ വിഭവങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. പ്രത്യേകിച്ച് ജിലേബി മീനുകളാണ് ഏറ്റവും കൂടുതൽ കിട്ടും ഇവിടെ. ജിലേബി മീനുകൾ ഉണ്ടായിരുന്നു, പക്ഷെ പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് തീർന്നുപോയി. ഗൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. ഇതാണ് ഇതിൻ്റെ ഓണറാണ്. 10 പ്രാവശ്യം ഞങ്ങൾ ഓരോ കാര്യം ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോവാം, വണ്ടി എടുക്കാം. ടുഡേ ഡ്രൈവ് സ്റ്റാർട്ടിങ്. ടുഡേ അവർ ഡ്രൈവ് സ്റ്റാർട്ട് ഗൈസ്. ടുഡേ എൻജോയ്. ഫൈനലി നമ്മളങ്ങനെ നേരെ പോവുകയാണ്. അപ്രോക്സിമേറ്റ് വലിയ ദൂരമൊന്നുമില്ല, ഓൺലി 1 കിലോമീറ്റർ. ടിപ്പിക്കൽ തമിഴ്നാടിൻ്റെ അതേ സെറ്റപ്പാണ്. തമിഴ്നാട്, കർണാടക. ഇത് ശരിക്കും തമിഴ്നാട് കർണാടക അതിർത്തിയാണ്. അവിടുത്തെ സെയിം ഫുഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. സാമ്പാറാണ് ഏറ്റവും കൂടുതൽ സെയിം ആയിട്ടുള്ളത്. രാവിലെ തന്നെ ഞങ്ങൾ പോയി 2 ദോശയൊക്കെ കഴിച്ചാണ്. വലിയ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് അവിടെ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ അതും ഇതൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ ചേച്ചി ഞങ്ങളെ ഞങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കർണാടക ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല. തമിഴ്നാട് ഫുഡാണ് പിന്നെ കുഴപ്പമില്ല അല്ലേ? ഗൈസ് ഫൈനലി നമുക്ക് നേരെ പോവാം. ഞങ്ങളുടെ ഒരു ആദ്യത്തെ സ്ഥലമാണല്ലോ, ഭയങ്കര ക്യൂരിയോസിറ്റിയാ അല്ലേ? ഇതാന്ന് തോന്നുട്ടോ വിസിറ്റേഴ്സ് പാർക്കിംഗ്. ഇതാണ് പാർക്കിംഗ്, അത് മനസ്സിലായി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ പോണ്ടേ. അപ്പൊ അവിടെ കൊണ്ട് വണ്ടി ഉണ്ടേ. ഹോട്ടൽ തമിഴ്നാട് ഇങ്ങോട്ട് പോകുന്നത് സംഭവം എല്ലാം നേരെയാണ്. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഇങ്ങോട്ടല്ലേ. ഗൈസ് നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ കുറേ കടകളുണ്ട്. അപ്പൊ ഈ ജബ്ബാരി എന്ന് പറഞ്ഞാൽ എന്നാ ചോദിച്ചാട്ടെ ഇതിന്റെ പേര്? ജബ്ബാരി. ജംബേരി. ഇവിടുന്നാണ് ഞങ്ങൾ കഴിച്ചേട്ടോ. ഇവിടെ ഇങ്ങനെ കുറെ വിഭവങ്ങൾ. എല്ലാരോടും ചോദിച്ചപ്പോൾ ജംബേരി കയറുന്നാ പറഞ്ഞത്. ഇവിടെ എല്ലാം മീനാണ് മെയിൻ സംഭവം കേട്ടോ. എത്ര എത്ര സമയം? എത്ര? 1500. 1500? 1800? அது கூடல 4 பேருக்கு. அது கூடல கம் பண்ண. நான் மசாஜ் கேட்டேன். போட் கவர்மெண்ட் பில் எடுத்தா மட்டும் தான் உங்களுக்கு போட் பரிசல்ல ஏத்துவாங்க. இல்லனா அப்படியா? மசாஜ் அங்கே இங்கயா? நீங்க உங்களுக்கு எங்க வேணுமோ அங்க வரலாம். நம்ம அப்படியா? இங்க போட்டிங் போய்ட்டு அங்க கனடா பார்டர்லயே மസാജ് பண்ணலாம். കർണാടക ബോർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല കർണാടക ബോർഡർ അങ്ങനെ കുറച്ച് സംഭവം. എവിടെ ഇപ്പൊ ചെയ്യുന്നത്? ആദ്യം ഇപ്പം പറഞ്ഞാൽ നമുക്ക് കർണാടക ഹോട്ടലിൽ കയറ്റിയിട്ട് അങ്ങ് പോവാം. അപ്പം നടക്കണ്ടല്ലോ. 50 രൂപ കൊടുത്താൽ പോരെ? അങ്ങ് ഗൂഗിൾ പേ இருக்கா? எல்லா இடத்துலயும் ഗൂഗിൾ പേ. போட்டிங் மட்டும் நீங்க வந்து பில் 1500 அமௌண்ட் தான் ஃபிக்ஸ் பண்ணணும். അതിനാ ക്യാൻവാസ് ചെയ്യാൻ ആൾക്കാരാട്ടോ. ഫുള്ള് ക്യാൻവാസുകളാണ്. അവസാനം അവനോടൊരു പൈസ പറഞ്ഞപ്പോൾ സന്തോഷമായി. മാനസികമായിട്ട് മടുത്തുപോയി. പൈസ പറയുമ്പോൾ ഇത്ര പേർക്കെന്ന് പറയണേ, അവർ ഓർക്കും ഇത്രയും പേർക്കെന്ന് പറയും. അവൻ പോയിട്ടാ, അവൻ വിടൂല കേട്ടോ നമ്മളെ. അവനെ സൈസാക്കട്ടെ. നേരത്തെ എടുത്തുനിന്ന് വണ്ടി മാറി. ഇവിടെ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നേരെ താഴോട്ട് പോകണം. എന്തുകൊണ്ടും പൈസ ഇട്ടുള്ള പാർക്കിംഗ് ഇടുന്നതല്ല, വണ്ടിക്ക് സേഫ്റ്റി ഉണ്ടാവും. അതെ, അങ്ങനെ ചെയ്യാം. ഇത് ഹോട്ടൽ തമിഴ്നാട്. അണ്ണാ ഒരു ഗൂഗിൾ പേ പൈസ ഇല്ല. ഈ കാണുന്നതാണ് ഹോട്ടൽ തമിഴ്നാട്. അതായത് തമിഴ്നാട് ഹോട്ടൽ. ഇവരുടെ ഈ തമിഴ്നാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഈ TTDC, അതായത് തമിഴ്നാട് ഹോട്ടൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? നമ്മുടെ കേരളത്തിലും ഉണ്ട് എല്ലായിടത്തും. KTDC. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ പുറകെ പോവാണ്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വാഹനം പാർക്ക് ചെയ്തു. ഇദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. ഞങ്ങളവിടെ എല്ലാവരും ചോദിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആണ് ഇയാൾ പറയുന്നതെങ്കിൽ ഇയാൾ കൂടി പോകും. അതെ, ഞങ്ങൾ 2 പേരും മസാജ് ചെയ്യും, ഒരാൾ മസാജ് ചെയ്യൂല. അതാരാ? ഞാൻ തന്നെ ചെയ്യാത്തത്. ലിവിന്റെ കൈ ഒഴി ബാക്കിയെല്ലാം മസാജ് ചെയ്യും. ലിവിന്റെ നടു ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ണെടുത്ത് ഇലവറസ് എന്ന് പറഞ്ഞ ആളാണ് പുള്ളി. ഞങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാം പറഞ്ഞു തന്നതിൻ്റെ പ്രകാരം பெஸ்ட் ரேட்னு புள்ளி தருவானல் புள்ளிനെ പിടിക്കും. അതാ உங்களுக்கு മറ്റേ ഇത് இருக்கா, ടാഗ് இருக்கா, സർട്ടിഫിക്കറ്റ് இருக்கா? എങ്ക സർട്ടിഫിക്കറ്റ് അങ്ങ് ഓഫീസിൽ. അതായത് ഇവർക്ക് സർട്ടിഫിക്കറ്റ് സാധനമൊക്കെ ഉണ്ടെങ്കിൽ ജയിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ചാൽ ആർക്കും അടിക്കാലോ. അതല്ല തമിഴ്നാട് ഗവൺമെൻറ് ടാഗ് ഉണ്ട്. കാണുന്ന പാർക്കിങ്ങിൻ്റെ പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്.
വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് ഈ ദിവസം അത് ശനി ഞായർ ഇങ്ങോട്ട് വരാം. അത് ഇവിടുത്തെ ചേച്ചിമാർ വയ്ക്കുന്നത് മീൻ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കറി വെച്ച് തരും. മീനോട് കുളിപ്പിച്ച് തരും, കറി വെച്ച് തരും. ഇവര് തേച്ച് മിനുക്കി കുളിപ്പിച്ച് തരുന്ന ടീമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടർക്കി മേടിക്കണം കുളിച്ചിട്ട് തോർത്താൻ വേണ്ടി. അത് അവിടുന്ന് മേടിക്കാം കേട്ടോ. അതിന് ശേഷം ബാക്കി പരിപാടി. ഇത് ഇവിടെ നിന്നാണ് എൻട്രി കേട്ടോ. 1500 എടാ ഫിക്സഡ് പൈസ കേട്ടോ. ഫിക്സഡ് പൈസ ഗവൺമെന്റ് ഫീസാ. തോർത്ത് മേടിച്ചു, നല്ല തോർത്ത് കേട്ടോ, നല്ല തോർത്ത് എന്ന് വെച്ചാൽ നല്ല തോർത്ത്. ഇവിടെ 1500 ഗവൺമെന്റ് കാശായിട്ട് കൊടുക്കണം. അല്ല ഗൂഗിൾ പേ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1550 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ക്രോസ് റിവർ ഫോൾസ്, ഇത് ടോട്ടൽ എല്ലാം കൂടെ കൂടി കേട്ടോ ഈ പൈസ. ചോദിക്കട്ടെ, അങ്ങ് വരെ എത്തുന്നതിനാണ് 1500. ഇതേ സെയിം സംഭവം തന്നെ നമ്മൾ വേറെ എവിടെയും തമിഴ്നാടിനാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ കോർഡിനേഷൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെ ഗവൺമെന്റ് തന്നെ എല്ലാം നിയന്ത്രിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ വലിയ കുഴപ്പങ്ങൾ വരും. സത്യമായിട്ട് നമുക്ക് ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ് തമിഴ്നാട്. അതെ, എല്ലാം നമുക്ക് ഓക്കെയാണ്. നമുക്ക് ഗൈസ് ഇവിടെ വരാൻ നേരത്തെ നിങ്ങൾ പൈസ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വരും അല്ലേ? പൈസ നിങ്ങൾ എടുത്തിട്ട് വരിക. നമ്മൾ പൈസ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1500 രൂപയും, പൈസ ഇല്ല ഗൂഗിൾ പേ കൊടുക്കുകയാണെങ്കിൽ 1550 രൂപ. ഗൈസ് ഇത് എങ്ങനെ എത്ര മണിക്കൂർ പോയിട്ട് ഇതിരിക്കാൻ? ഒരു മണിക്കൂർ. അന്ത സൈഡ് பண்ணிக்கலாம் 3 பேர் அங்கே கனடா பட் சென்ட்ரலி மசாஜ் அங்கே ஃபால்ஸ் இருக்கு. அங்கே இந்த ലാസ്റ്റ് വരെ പോകുമോ இந்த ബോട്ട്? അല്ല പോരാ, പറയാൻ പാടില്ല. ഓ അന്തമാതിരി പേശാൻ പാടില്ല കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം അതായത് இஷ்யூ ஆயிரும். ആണോ? அது சைடுல வாங்குறது அது இஷ்யூ ஆயிரும். அப்படியா? கவர்மெண்ட் பில்ல வேற அந்த சைடுல வந்து கொஞ்சம் எக்ஸ்ட்ரா டைமிங் இது வாங்குறது. அது வேண்டாம். அது அங்க போய் சொல்லுங்க, இங்க சொல்லாதீங்க. அண்ணா நம்ம வந்து നിങ്ങൾ தண்ணி அடிச்சிட்டே ഇങ്ങള് அதுதான் நம்ம செட் ஆகல. നമ്മള് തണ്ണി അടിക്കാതെ അന്ത ആളെ നമുക്ക് താല്പര്യമില്ലേ? കേട്ടോ. ഇതാ അതിൻ്റെ വെച്ചോട്ടോ, ബാഗിനകത്ത് വെച്ചോ, ബാഗിനകത്ത് വെച്ചോ, ബാഗിനകത്ത് അല്ലേ സാധനം പോകും. எக்ஸ்ட்ரா போய் இன்னொரு போட் சேஞ்ச் பண்ணி ரவுண்ட் அடிக்கிறது எக்ஸ்ட்ரா சார்ஜ் ஆகும். எத்தனை? அவர்கிட்ட பேசிட்டாரு. 2000 கொடுக்கறதோ 1000 கொடுக்கறதோ 500 கொடுத்தோ அவர்கிட்ட பேசிக்கோ. அதனாலதான் உங்களை வெயிட் பண்ணி வருவார். அதுக்கெல்லாம் சொல்லி அனுப்பிடுறேன். ഇത് മൊത്തം സെറ്റപ്പ് ആട്ടോ. അതായത് ഇവിടെ സോപ്പ് കിട്ടും, ഇവിടെ എണ്ണ കിട്ടും, പിന്നെ അതുപോലെ ഇത് 200 രൂപ ഒരു മെഡിമിക്സ് മേടിച്ചോട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി. ഇത് ഉറപ്പിച്ചോ? മറ്റേ ഉറപ്പിച്ചോ? ഏതാ? മറ്റേ നമ്മൾ ഉറപ്പിക്കും ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ കാണുന്ന കൊട്ടവഞ്ചി കയറിയിട്ട് ഇത് കണ്ടോ, ഇതിലെ ഇങ്ങനെയാണ് പോകേണ്ടത്. എനിക്കൊരു പിടുത്തം കിട്ടില്ല. സംഭവം അടിപൊളിയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാവും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമുക്ക് കിട്ടിയ ഇവൻ എന്ത് അഡ്ജസ്റ്റിനും തയ്യാറാണ്, അതുകൊണ്ട് വിഷയമില്ല. അമ്മ ഇതൊക്കെ MRP 192. പിന്നെ എതൊക്കെ ഇനിയിപ്പം കൊട്ടവഞ്ചി വരണോട്ടോ. അതിനുവേണ്ടി ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. 1200 രൂപയ്ക്ക് പുള്ളിനെ തന്നെ ഫിക്സ് ചെയ്ത് നീച്ചേട്ടൻ ജീവിതത്തിൽ നീച്ചേട്ടൻ ജീവിതത്തിൽ ഓയിൽ കൊടുക്കൂല കേട്ടോ. ഓയിലും ക്ഷാമം കൊടുക്കാതെ അതൊന്നും പ്രശ്നമില്ലേ? ആള് എന്താ ആള് ഭയങ്കര പ്രശ്ന പിശുക്കൻ. நீங்க போற நான் எங்க வரணும் கால் பண்ணணும் எங்க கால் பண்ணணும் உங்களுக்கு கால் பண்றேன் அந்த மிஸ் கால் கொடுத்தீங்கல நான் கால் பண்ணும்போது போட் டிரைவர் கொடுங்க அவர் எந்த പ്ലേസിൽ சொல்லுவாரு அதுக்கு தகுந்த மாதிரி நான் വന്നறேங்க ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കൂടുതൽ പോണ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാവുന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു കൈ പിടിക്കുന്നത് നല്ലത് ഇതിപ്പോ നടന്നില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമാലോ എങ്ങനെയുണ്ട് നമ്മൾ തമ്മിൽ മൂന്ന് പേര് തിരുമും എങ്ങനെയുണ്ട് അത് തിരുമി വിജയിച്ചെങ്കിൽ ഇവിടെ എല്ലാവരും നമുക്ക് തിരുമാം ഗൈസ് നോക്കൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളുണ്ട് മസാജ് ചെയ്യാൻ ഇത് ആ കാണുന്ന കൊട്ടവഞ്ചി ഉണ്ടോ അത് വരണം അത് വന്നിട്ട് വേണം നമുക്ക് അതിലാണ് കയറി പോകുന്നത് ഇതെങ്ങനെ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടീൻ്റെ അകത്ത് 4 പേര് അതിൽ കൂടുതൽ കയറ്റൂല അത് അങ്ങനെയാണ് സംഭവം ഇവിടെ അല്ലേ മൊത്തം ഇപ്പൊ നമ്മൾ 5 പേരുണ്ട് ഒരു വണ്ടി എക്സ്ട്രാ വിളിക്കേണ്ടി വരും കൈ കൊണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ദീചൻ ഇഷ്ടപ്പെട്ടോ രസമില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ മൊത്തത്തിലൊരു ഇച്ചിരി എന്താ പറയുക നമുക്കൊരു 2000 രൂപ അടുത്ത് ചിലവ് വരും 2000-3000 അടുത്ത് ചിലവ് വരും പക്ഷേ കണ്ടോ എല്ലാം പുള്ളി തന്നെ കണ്ടോ ആളെയൊക്കെ വിളിച്ച് കയറ്റി വിടുന്നുണ്ടോ ബാക്കി എല്ലാവരും ക്യൂ നിൽക്കുക പുതിയ ഫ്രണ്ട്സ് ഇവർ ഒറ്റക്കെട്ടാട്ടോ ഇതാ കൊട്ടവഞ്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറാൻ പോവാം ഇത് മൊത്തം ഞാൻ പറിക്കും ടെൻഷൻ ഒന്നുമേ അടിക്കണ്ട നീ അങ്ങ് പോരെ അല്ല ഞാനുണ്ട് നിങ്ങളങ്ങ് കയറിപ്പോ അങ്ങ് പോയോ എന്തുവാ ചേട്ടാ കാണിച്ചേ ചേട്ടൻ കയറിയപ്പോ സാധനം അങ്ങ് പോയി കേട്ടോ നിങ്ങളവിടെ അണ്ണാ എങ്ക ഇരിക്കണം ഇങ്കയാ ഇങ്കയാ
ஓகே வாங்கிட்டு தர மாட்டேன் நான் வந்து என்ன பிரயோஜனம் சரி நான் உங்களுக்கு கால் பண்ணுறேன் நீ கால் பண்ணுங்க அதை எடுத்து சேஃப்டியாக பேக்கில் வச்சுக்கோங்க ஒன்றுமே பிரச்சனை இல்லை இங்கே தான் நம்ம നോ ടെൻഷൻ ആ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഇവിടുന്ന് വേറൊരു വഞ്ചി കൊണ്ട് നിർത്തും നമ്മളിങ്ങനെ കൊട്ടവഞ്ചി കയറി കേട്ടോ ഫുള്ള് വിഷയമായില്ലേ ഇത് വന്നതോടുകൂടി ഓ എനിക്ക് തല ഇറങ്ങുന്നു ഈ സാധനത്തിൽ തല ഇറങ്ങും കേട്ടോ അവനെ തല എനിക്കും കറങ്ങുന്നുണ്ട് തല ഇറങ്ങുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മൊത്തം 4 വരുന്നുണ്ട് ഇയാളും ഉണ്ടാ ഇത് കൊള്ളാലോ ഷെയർ കിട്ടുമോ ഭയങ്കര സെറ്റപ്പ് ആട്ടോ ഇത് മറ്റേ പബ്ബിൽ കയറുന്ന പോലെയാ അത് നമ്മൾ തായ്ലൻഡിൽ പോയിട്ടെ മറ്റേ അവിടെ പൈസ കേട്ടാ 1000-1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും നമ്മളെ കൊണ്ടുപോകും അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ ഓരോ വഞ്ചിയിൽ നമ്മളെ ഇപ്പോൾ ഈ വഞ്ചി ഇവിടെ വരുള്ളൂ കേട്ടോ ഇവിടെ നമ്മളെ ഇറക്കി വിടും ഈ വഞ്ചി എന്നിട്ട് ഇവിടുന്ന് ഇനി അടുത്ത വഞ്ചിക്ക് നമ്മളെ കയറ്റും അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ തോണി എന്ത് ചെയ്യും തോണി കൊണ്ടുവന്നില്ല പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ആ ബില്ല് സൂക്ഷിച്ച് വെച്ചില്ലേ ദീപ് ചേട്ടാ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ബാഗിനകത്തുണ്ട് ആ നമ്മൾ നേരെ കയറാൻ വേണ്ടി പോകട്ടെ ഇനി ഇവിടെ ഇറക്കി വിടും ഇവിടെ ഇറക്കി വിട്ടിട്ട് ഒരു കറക്കമാണ് പറ്റാതെ ഇതിങ്ങനെ ചുറ്റിച്ച് കളയണേ അന്നിപ്പോൾ തല ഇറങ്ങും കൊട്ടവഞ്ചി അല്ലേടാ ഇത് അകം ഫൈബർ ആടാ അല്ല എന്തോ ടാർപ്പ് പോലത്തെ സംഭവം ഫൈബർ ഇവനെ ഇറങ്ങിക്കോ തല ഇറങ്ങും ശ്രദ്ധിച്ചിറങ്ങണേ വെള്ളമായിപ്പോയോ ഇല്ല ശരി അതാരെ ഏൽപ്പിച്ചത് ഓർത്ത് വെള്ളമുണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് കൊട്ടവഞ്ചി കയറണമെങ്കിൽ അല്ല കൊട്ടവഞ്ചി നമ്മളിവിടെ കൊണ്ടുവന്നു ഇനി ഇവിടുന്ന് വേറെ വഞ്ചി കയറണമെങ്കിൽ നമ്മൾ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഓ ഈ പുള്ളിയാണോ ആ നിങ്ങൾ തന്നെയാണോ ഫുൾ പ്രസ്ഥാനമുണ്ട് എല്ലാ ഒമ്പിക്കൽ കേസും റെഡി ഗായ്സ് എല്ലാമേ ഇருக்கு കേട്ടോ എങ്കിൽ അതായത് അവർ തന്നെ അല്ല പുതിയ കൂട്ടുകാർ കേട്ടോ അവർക്ക് കാശ് കൊടുത്തു തായ്ലൻഡ് പോലെ എന്ത് നടക്കും എല്ലാ സർവീസിനും ആ ഇതാ മസാജ് ഇവിടെ എന്താ പൈസ ഇതേ മസാജ് ഇതാട്ടോ മസാജ് എത്ര 1500 എത്ര ടൈമോ ആഹാ കൊള്ളാം ചെയ്തോ എല്ലാം മസാജാണ് കേട്ടോ പോയി വരാം എല്ലാം മസാജിൻ്റെ പരിപാടികളാണ് അതെ പിന്നെ മറ്റേ നമ്മൾ 1000 രൂപയ്ക്ക് 3 പേരെ 20 മിനിറ്റും പറഞ്ഞ് റെഡിയാക്കി നിർത്തിയേക്കുക അവനാണ് പൂസ കേട്ടോ ഇപ്പോഴാണ് സമ്മതിക്കും പൂസറെങ്കിലും സമ്മതിക്കും അവൻ പൂസ ഓയിലും പോകും ഇത് അമ്മച്ചിയുടെ മറ്റേ ഇത് കണ്ടോ മാങ്ങ എത്ര 30 പാവം നോക്കട്ടെ പൈസ കഴിക്കാൻ നീ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ പൈസ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പോയില്ല നീ പെട്ട തന്നെ ഞാനും അമ്മച്ചിയുടെ കൊടുത്ത് കൂടും എന്നാ ഞാനും പെടാൻ കൂടാ പഴുത്ത് പടവ അഴിച്ചു നോക്കിയാ ചേട്ടാ ഇത് കളിച്ചോണ്ടാ വേറെന്താ കുളിച്ചോണ്ടാ അണ്ണാ നിങ്ങളാ ആ എത്ര പൈസ உங்களுக்கு എത്ര போயிட்டு நீங்கள் வெயிட் பண்ணி ஜாலி பண்ணுற அளவுக்கு அண்ணா நீங்கள் எவ்வளோ ஜாலி பண்ணுறீங்களோ அதுக்கு தகுந்தா நீங்கள் ஏதோ போய் ரவுண்ட் பண்ணிட்டு வந்தால் ஒரு 1000 ரூபா കിച്ച 1000 രൂപ 1000 രൂപ ചോദിച്ചിട്ട് அது நம்ம நம்பரில் ശരി ചേട്ടാ 1000 രൂപ കേട്ടോ நிறையா இருக்கிறாங்க ഇവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ട് പക്ഷേ ஒரு 1/2 hour 1000 രൂപ பாட்டு பாரு அங்கே சினி பாஸ் அது அந்த அளவு குளிக்கிறது അതൊക്കെ 500 രൂപ 1500 രൂപ அண்ணா பார்த்துட்டு அங்கே வாங்க അവിടെ இருக்கிறா முன்னா இருக்கிறா എല്ലാത്തിനും അങ്ങ് കറങ്ങണമെങ്കിൽ ഒരു 1000 രൂപ അതല്ല അങ്ങ് ചുറ്റിപ്പാത്ത് കുളിക്കണമെങ്കിൽ 500 രൂപ വാട്ടർ ഫാൾസിൽ അടിപ്പടം വെറും 100 രൂപ അത് പറഞ്ഞു 2000 രൂപ വെറും 100 മൊത്തത്തിലുണ്ടല്ലോ ഒരു ഊമ്പിക്കൽ പ്രസ്ഥാനമാണ് എല്ലാത്തിനും ഒരു 500 രൂപ നീ അങ്ങ് മസാജ് പണണമാ അതൊക്കെ 1500 രൂപ ആ അത് വെള്ളം അടിച്ചവർക്ക് റേറ്റ് വെള്ളം അടിക്കാത്തവർക്ക് വേറെ റേറ്റ് ആണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇത് പട്ടായ ചെന്നിട്ട് മസാജ് ചെയ്തിട്ട് ഉമ്പിക്കുന്ന എനിക്ക് അവസരമാണ് ഇതാക്കുന്നത് പൈസ കൊടുക്കണ്ടേ ഇതിൻ്റെ അകത്തെല്ലാം മസാജ് നടക്കും കേട്ടോ ഫുൾ മസാജ് ഫുൾ എൻജോയ് ഊമ്പിക്കൽ അതായത് അറിഞ്ഞുകൊണ്ട് നിന്ന് അതായത് എന്തുകൊണ്ട് ഊമ്പിലിപ്പെടാം അതായത് ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഗവൺമെന്റിന്റെ മറ്റേ അപ്രൂവുള്ള കാർഡുള്ളില്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുള്ളൂ ആണോ ആ വയസ്സായ ആൾക്കാരെ കുറച്ചും കൂടെ നമ്മളെ തിരുമ വരുന്നവന് വല്ല അറിയാമായിരിക്കുമോ അവനറിയത്തില്ല അവൻ ആ 10 രൂപ 15 രൂപയുടെ ക്വാർട്ടറിന്റെ ഒരു ഇത് വരും ബലം അത് തീരുന്നോ അന്നിപ്പം കഴിയും ഗൈസ് ഇതിങ്ങനെ നടക്കണം കേട്ടോ പോകുന്ന വഴിക്ക് മൊത്തം ഇതേപോലെ ഇങ്ങനെ ഈ കൊട്ടവഞ്ചി കിടക്കുക അപ്പോൾ ഇതിലെ വേണം നമ്മളിങ്ങനെ നടന്നു പോകാം ഫുള്ള് പാറ കേട്ടോ ഒരു 2-3 വെള്ളച്ചാട്ടമുണ്ട് പോകുന്ന വഴിക്ക് അതാണ് മെയിൻ സംഭവം
അടിപൊളിയായിരിക്കും ഇന്നത്തെ വീഡിയോ അല്ലടാ ഇതിനെ പ്രത്യേക പ്രതിഭാസമാണ്. ഇത് എന്ത് പക്കം പോകണം ഇന്ത പക്കമാ ഇതിൽ തന്നെ പോകണ്ടേ. ഇതിലൂടെ താഴെ പോയിട്ട് ഇവിടുന്ന് വേണം നമ്മൾ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് വീഴുന്നത്. ഇവിടുന്ന് തന്നെ സംസാരിച്ചിട്ട് പോകാം കേട്ടോ. ഞാനേ അറിഞ്ഞിടത്തോളം ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഇല്ല അവിടുന്ന് എല്ലാം വ്യത്യാസം സംഭവിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത് കണ്ടോ ഈ എൻ്റെ പൊന്നെ മക്കളെ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് നോക്കി ഇതേപോലത്തെ പാറക്കെട്ടുകളാട്ടോ ലിബിനെ. എനിക്ക് തോന്നേ അതാ ഇന്ത്യ ആള് അല്ല എന്താ നിങ്ങളുടെ ആളെടുത്ത് കൂട്ടില്ലേ? അതെ പുള്ളി വളരെ നിസ്സാരമാണ്. ഒരു 1000 രൂപ നമുക്ക് ഉറപ്പിച്ചിട്ട് പോണേ. അവിടെ ചെന്നിട്ട് വെറുതെ അടി കൂടേണ്ട ആവശ്യം വരുമല്ലോ. നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. അതെ ഇവിടെയുള്ള കൂപ്പണ് സാധനമല്ല ഇവിടെ കൊടുത്തു. അല്ല ഇത് വേണം, ഒറിജിനൽ വേണം. ഓക്കെ எதுக்கு இல்லையே இது வந்து நம்ம வந்து இந்த உலகம் ஃபுல்லு சுற்றி பார்க்கனால இது மெமரி வீட்டையும் வந்து ஃப்ரேம் பண்ணி வைக்க அந்த மாதிரி பிரச்சனை இருக்கா தெரிஞ்சதுக்கு செக் பண்ணோம் இது வந்து எல்லா ஏரியாவிலே போனது வீட்டில் ஃப்ரேம் பண்ணி பண்ணணும் അതിനാട്ടോ ഇത് തീരുമാനമാക്കിട്ട് ഗൈസ് എല്ലാമേ എല്ലാ രീതിയിലും എല്ലാം ഉണ്ട്. ഈ കൊട്ടവഞ്ചിക്ക് ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയ ആളൊന്നും ഇല്ലല്ലേടാ ലിവിനെ? അതെ ഉണ്ട് ചെറിയ തുളകളുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോവുകയാണ്. എല്ലാത്തിനും എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും അവിടെ പറഞ്ഞത് നമ്മൾ 1 മണിക്കൂറിനല്ല മൊത്തം പറഞ്ഞു. അല്ല അതിൽ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടല്ലോ. അതിലുണ്ട് വാട്ടർഫോൾസ് ഒന്നും കാണിച്ചില്ല. നമുക്ക് അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാം. മനസ്സിലായോ? വാട്ടർഫോൾസ് ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. വാട്ടർഫോൾസ് കാണാൻ 1500 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല 1200. ഇവർ അതിനെല്ലാം എക്സ്ട്രാ ആട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസുകളുടെ വിഷയം. മനസ്സിലായില്ലേ? കേരളത്തിൽ ഇതില്ലേ ഈ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വിഷയം വരുന്നത്. അതായത് ഇവിടെ എല്ലാത്തിനും ഓരോന്നാട്ടോ പറയാം. അത് ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ പോകുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യം സംഭവം നല്ലതാണ്, പക്ഷെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ റെഡി ആവുകയാണെങ്കിൽ സൂപ്പറാണിത്. അതെ എന്ത് പറഞ്ഞാലും എക്സ്ട്രാ അല്ലേ? ഇതിപ്പോൾ എന്നൊക്കെയാണോ കൊണ്ട് കാണിക്കുന്നത്? എന്ത് ചെയ്താലും 1000 രൂപയെ 1000 രൂപ ഉണ്ടാക്കണ മനുഷ്യൻ എന്തോരം കഷ്ടപ്പെടണം അല്ലേ? ഒരു ദിവസം 500 രൂപയെ സത്യം പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ സംവിധാനമായിട്ട് ഈ സാധനം. ഇത് ഗവൺമെന്റ് സ്റ്റാഫുകൾ കോൺട്രാക്ട് അങ്ങനത്തെ പരിപാടിയാണ്. ഈ തമിഴ്നാട്ടിൽ മൊത്തം അങ്ങനെയാണ്. അപ്പം ഇതെല്ലാം ഗവൺമെന്റിന്റെ സംഭവമാണ്. പക്ഷെ ഇവരിത് മേടിക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇവനെ 1500 രൂപയ്ക്ക് ഞാൻ അവിടെ കണ്ടെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർഫോൾസ് കാണിക്കും. നീ സംസാരിച്ച് നമുക്ക് ഇങ്ങനെ നേരത്തെ പോവാം. പുള്ളി എവിടെയൊക്കെ കൊണ്ട് കാണിക്കുന്നത് നമുക്ക് അത് നോക്കാമല്ലോ. അവരെന്നാ നമ്മുടെ ഫോട്ടോ ഇല്ല കയ്യിലല്ല? അതിന്റെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ അല്ല ഇതുണ്ട്, വീഡിയോ ഉണ്ട്. ഇല്ലേ നമ്മളിപ്പം വെള്ളത്തിൽ ചാടുന്ന് പറയാം കേട്ടോ ചേട്ടാ. ഇതേ ഒരു വെള്ളച്ചാട്ടം, അതേ ഒരു വെള്ളച്ചാട്ടം. നല്ല വെള്ളച്ചാട്ടം. പിന്നെ കൊണ്ടുപോകില്ലെന്ന് പറയുന്നത് പിന്നെന്താ 45 മിനിറ്റിൽ എല്ലാം ഉണ്ട് ചേട്ടാ. എല്ലാം ഉണ്ട്. പിന്നെ കർണാടകയിലും കൊണ്ടുപോകുമല്ലോ. കർണാടക ബോർഡറിലൊക്കെ പോകും. കർണാടക ബോർഡിൽ പോകില്ല. അതിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അല്ലല്ല നമുക്ക് ഇതിലുള്ളതെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കേട്ടോ സംഭവം. ഇതാ ഇങ്ങനെ വരും കേട്ടോ സംഭവം. കൊള്ളാം. ഇത് കൊള്ളാമല്ലോ ദീപ് ചേട്ടാ. പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ 1000 രൂപ കൊടുക്കൂലെന്ന് പറഞ്ഞത് അണ്ണൻ നമ്മളായിട്ട് കറക്കുവാണ് ഗൈസ്. പണ്ടാരം അടിപൊളി. ഇന്ന് നമ്മൾ ഛർദ്ദിച്ച് വാള് വെക്കും കേട്ടോ. പെട്രോളോടാ ലീവിനെ വേണ്ട മതി എന്ന് പറയാ. മതി അണ്ണേ മതി മതി ഇന്ത മാതിരി എല്ലാം മതി. അയ്യോ തല ഇറങ്ങി ചേട്ടാ. എൻ്റെ തല ഇറങ്ങി വണ്ടാരം. ഇത് വേണ്ടായിരുന്നു. തലയിറക്കി ഞാൻ കണ്ണടച്ചതാണ്. എനിക്കത് ഏറ്റില്ല കേട്ടോ. ഞാനും കണ്ണടച്ചിരുന്നു. നിങ്ങളെ എനിക്ക് തോന്നുന്നു വല്ല കെഷറും എല്ലാം പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ വന്നാണോ? കെഷറും എല്ലാം പൊട്ടിച്ചപ്പോൾ അല്ലടാ, ഇതെന്തോ നാച്ചുറൽ സംഭവമാണ്. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് തന്നെ മീൻ പിടിച്ചാണ് അവിടെ വറുത്ത് തരുന്നത്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നല്ല വെള്ളച്ചാട്ടം നോക്കിയല്ലേ. നമ്മുടെ കേരളത്തിൽ എത്ര കോറ പൊട്ടിച്ച സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഇങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി ഇല്ല ഉണ്ട്. ഇത് എന്തോരം കിലോമീറ്റർ ഉണ്ടെന്ന് ഓർത്താ നീ? ഇതിന് ഇങ്ങനത്തെ ഉണ്ട്. മിണ്ടായിരുന്നു മണ്ടത്തിനെ വിളിച്ചോളൂ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ അടുത്ത അണ്ണ ഇന്ത മാതിരി കറക്കൽ വേണ്ട കേട്ടാ. അത് വേണ്ട അതൊന്നും വേണ്ട. അണ്ണ പടി പറഞ്ഞാൽ മതി. അണ്ണ നിങ്ങളിരുന്ന് കറങ്ങിക്കോ, എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ. എൻ്റെ പൊന്നെ, ഒന്നാമത് എനിക്ക് വെള്ളത്തിൽ കയറാനേ പാടില്ല. ബോട്ടിൽ വെള്ളത്തിൽ ഇതൊന്നും കയറാൻ പാടില്ല കേട്ടോ. ഇത് ഇതേപോലെ വെള്ളം വ്യൂ എന്ന് പറയുന്ന സംഭവമില്ല. ഇതാ സംഭവം. ഓരോ വെള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തിച്ചോണ്ടിരിക്കും. ഇയാൾ എന്നെ വെള്ളത്തിൽ മുക്കുന്നത്. എൻ്റെ തല ഇറങ്ങി. നിന്റെയോ? എൻ്റെ തല കറക്കുന്നോണം വരെ കുഴപ്പമില്ല. എന്നാൽ കറക്കി കഴിഞ്ഞ് തല ഇറങ്ങി. വലിയ ഹൈറ്റിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അല്ലെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. അതെ ശരിയാ.
സംഭവം കൊള്ളാം. ഇത് കണ്ടോ, സംഭവം വേറൊരു മൂടാ കേട്ടോ. എന്നാൽ കറക്കാതെ ആ കറക്കി കഴിഞ്ഞ പണി പാളി. എനിക്ക് മറ്റേ ഇതുള്ള എന്നാ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം. എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമില്ല, കണ്ട കഴിഞ്ഞാൽ അന്നം പെടുത്തായിരുന്നു. നിങ്ങൾക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ പ്രശ്നമുള്ളൂ. ഒരു ചേട്ടൻ കണ്ട മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതേ നിൽക്കുന്നു, മീൻ പിടിക്കാണ്ടിരിക്കുക കേട്ടോ. ജൂൺ ജൂലൈ മാസത്തിൽ ഈ പരിപാടി ഇല്ല കേട്ടോ. അതായത് വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര വേവ് ഉണ്ടാവും. വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലായല്ലോ. ഇതുപോലത്തെ ചെറുതും വലുതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാരൊക്കെ ചാടിയിട്ടൊക്കെയാണ് വരുന്നത് വെള്ളത്തിൽ. നമുക്ക് ചാടാൻ വേണമല്ലോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇറക്കി വിടും. നമുക്ക് ജൈവ് ബോക്കറ്റ് ഉള്ള കാരണം പേടിക്കണ്ട, എവിടെ വേണേലും ചാടാം. നമ്മുടെ മസാജിനോട് വരുമല്ലോ. അതിനാ അടിച്ചോപ്പുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അല്ലേ. പുള്ളി ഞങ്ങളുടെ എണ്ണ മേടിക്കാൻ പല കളിയും കളിച്ചേട്ടോ. വിട്ടുകൊടുക്കൂല. ഇതെല്ലാം വാട്ടർഫോൾസ് ആണ്. ഇതെല്ലാം ഇപ്പോൾ അന്ത സമയത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന സ്ഥലം. അണ്ണാ ഇത് വന്ന് നാച്ചുറലാ, ഇത് നാച്ചുറൽ തന്നെ. ഇത് കർണാടക തമിഴ്നാട് കൊരങ്ങൻ. തമിഴ്നാട് കർണാടക ரெண்டுக்கு சென்டர்ல இருக்கு. இந்த border-ஆ നമ്മൾ കർണാടക പക്കം പോകുമാ? கர்நாடகா பக்கம் போவோம். இது வந்து அந்த சைடு கர்நாடகா. தண்ணி ஃபுல்லா வரும்போது நம்ம என்ன பண்ணணும்னா அது மேல நின்னு பார்க்கலாம். ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. കൊള്ളാം. ഇതുണ്ട്, ഇതിങ്ങനെ കയറി കിടക്കും കേട്ടോ. ഒരു പ്രത്യേക ഭൂപ്രകൃതി കേട്ടോ. ஒரு 25 ஃபால்ஸ் வரும் இல்லையா, அந்த ஃபால்ஸ் இதுக்குள்ளதான் வரும். ഓ അപ്പടിയാ. நம்ம இந்தியாவோட மினி நயாகரா. ഇന്ത്യയുടെ മിനി നയാഗര. മിനി നയാഗരാங்கிறது இதுதான். നിങ്ങൾക്ക് വലിയ നയാഗര പോകാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചെറിയ നയാഗര വന്നാൽ മതി. അതായത് ഇന്ത്യയിലെ മിനി നയാഗരയിലേക്കാണ് നമ്മൾ എവിടെയാ? നയാഗര, കാനഡ. നമ്മളെ ദിവസം പോവുമല്ലോ. യെസ് മാൻ, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. പക്ഷേ പൈസ നല്ല ആവേശത്തിലായിരുന്നു. എന്നെ ഒറ്റ കറക്കിന് എൻ്റെ എല്ലാം തല കറങ്ങി, എൻ്റെ എല്ലാം പോയി. എൻ്റെ ഡൈനാമിക് ശരിയായി. എമിന് വെള്ളത്തിൽ പറ്റുമായിരുന്നു, അന്നം പട ഛർദ്ദിച്ച് നോക്കിയിരിക്കും. കള്ള് കുടിച്ചിട്ട് കറങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇതിനകത്ത് വന്നിട്ട് ഇവര് കറക്കും. ആവേശത്തൊക്കെ വാട്ടർഫോൾസ് ഉണ്ടാകേണ്ട പോലും. അതായത് ഇത് 3 സമയമാണ്. അതായത് ഇവിടെ 20 വെള്ളച്ചാട്ടം ഇവിടെ തന്നെ ഉണ്ടാവും. 25. ആ സമയത്ത് ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല. അന്ത മീൻ മാർക്കറ്റ് ഇല്ലേ, അന്ത സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരു സീസൺ എന്ന് വെച്ചാൽ ഇത് ഫുള്ള് വെള്ളമായിരിക്കും, അതിന്റെ മേളിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനെ ശ്രദ്ധിച്ചു വന്നാൽ മതി കേട്ടോ പെതിയെ. ഇതിന്റെ ആവശ്യം ശരിക്കും ഇല്ല. ഇത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിനുള്ള കുത്തൊഴുക്കൊന്നും ഇല്ല കേട്ടോ. ഓ വെരി നൈസ്. ദേ നോക്കിയേ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. ഇവിടെ വെള്ളമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കയറി നോക്കട്ടെ. ഇത് കയറി പോകാൻ എളുപ്പമാണ്. ബീച്ചേട്ടാ അമ്മേ, ഇതാണോ മെയിൻ ഫോഴ്സ്? ഇത്രേ ഉള്ളൂ. ഇങ്ങുവാ. 25 വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു നല്ല മഴയത്ത്. പിന്നെ അങ്ങ് വരെ ഉണ്ട് പോലും. ഇവിടെ പോലും സിനിമ ഷൂട്ടിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. വിദേശ നയാഗര എന്നൊക്കെ പറഞ്ഞ് ഇവിടെയാണ്. മിനി നയാഗര എന്ന് പറഞ്ഞ 3 സിനിമയുടെ പേര് പറയുന്ന കേട്ടായിരുന്നു. റോജ, ചെമ്പരത്തി റോജ. എങ്ങനെയുണ്ട് അല്ലേ? തമിഴ് ഹിറ്റ് മൂവിയാ. നങ്കൂര ഈ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം. ആ സാധനം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊളുത്തി വിടും, വണ്ടി ഇത് ഒഴുകി പോകില്ലടാ. അതാ സംഭവം. ഞാൻ ഊരിക്കളാം, നിങ്ങൾ പിടിച്ചോ, എനിക്ക് വേണ്ട. ഭയങ്കര അസ്വസ്ഥത. ഫൈനലി നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. കർണാടകയുടെ ബോർഡറിലേക്ക് പോകാമെന്ന് എൻ്റെ വിശ്വാസം. ഇതിടാതെ നമ്മൾ ഇതിനകത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഊരി കളിച്ചാൽ മതി വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്. ഈ വെള്ളത്തിനൊന്നും ഒഴുക്കില്ല, ഇതൊക്കെ കെട്ടുവെള്ളം കേട്ടോ. ഇതിനൊന്നും ഒഴുക്കില്ല, ഇതിനൊന്നും ഒഴുക്കില്ലല്ലോ. ജസ്റ്റ് നീന്താ അറിഞ്ഞാൽ മതി. നമ്മൾ പോകുന്നത് കർണാടകയുടെ ബോർഡറിലേക്കാണ്. മൊത്തം 1 മണിക്കൂറാണ് യാത്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു മെയിൻ സംഭവം വെച്ചാൽ ഈ ഇങ്ങോട്ട് വരാൻ നിങ്ങൾ കൊട്ടയിൽ കറക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ആദ്യം തന്നെ അവിടെ കൊണ്ട് കറക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വെളിവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടി വരും. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് ഇവിടെ ഒന്ന് കറങ്ങിയാൽ മതി. കറങ്ങുക. പിന്നെ കറങ്ങാൻ പറ്റിയില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐസ് നോക്കൂ, ഇന്നറിയാം കേട്ടോ നമ്മുടെ ശരീരവും ദേഹമൊക്കെ ഉളുക്കുമെന്നുള്ളത്. മസാജിന് പോവല്ലേ, അതായത് പണി അറിയാത്ത ആളൊക്കെ എവിടെ തിരിക്കാൻ കറക്റ്റ് മനസ്സിലാവും. ദീപിച്ചാറിന് പേടിയില്ലല്ലോ. ദീപിച്ചാറിന് ആദ്യം നമുക്ക് വെച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ദീപിച്ചാറിൻ്റെ കൊട്ടമണിയൊക്കെ അവർ ഊരി എടുക്കും കേട്ടോ അറിയാതെ. നമ്മൾ അങ്ങ് അവിടെ നിന്നാണ് വന്നത്. നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വാട്ടർഫോൾസ് എന്നാ ഇതുണ്ട്. ഇതേപോലത്തെ ഇങ്ങനെ കൊച്ചു കുറേ വാട്ടർഫോൾസ് ഈ സ്ഥലത്ത് വന്ന് കാണാം. വെള്ളച്ചാട്ടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം. ഇതേ അവരവിടെ മീൻ പിടിക്കുന്ന കൊട്ടവഞ്ചിയിൽ. അതായത് ഇവിടുത്തെ മീൻ റേറ്റ് കൂടുതലായിരിക്കും എന്നാ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് പിടിക്കുന്ന മീൻ അതിനാ അത് ലൈവായിട്ട് കിട്ടുന്ന കാരണം ഫ്രഷ്. അതിന്റെ മേളിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന മീൻ വലി എറിഞ്ഞു കേട്ടോ.
അണ്ണാ ഒരു 5 കറക്റ്റ് സമയത്താണ് എറിഞ്ഞ് മീൻ വലിപ്പം വലയ്ക്കും എണ്ണം പോലും കിട്ടിയില്ല കേട്ടോ, ഒരെണ്ണം കിട്ടിയില്ലോ. അപ്പോൾ ഇങ്ങോട്ട് പോവാം. പുള്ളി ഭയങ്കര നിരാശനാണ്. അങ്ങനെ മീൻ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കിട്ടുമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ കിട്ടുകയുള്ളൂ. അതെ അതെ, കിട്ടുമ്പോൾ ഒന്നൊന്നര കിട്ടായിരിക്കും, ഭാഗ്യമാണ് ഇതെല്ലാം. പുള്ളി ഇപ്പോൾ എറിയാൻ പോകും, അതാ നോക്കിയോ, എറിഞ്ഞ് ഇപ്പം എറിയും, ഇപ്പം എറിയും, എറിഞ്ഞു. പക്ഷെ കിട്ടുമെന്ന് തോന്നില്ല ദിവചേട്ടാ. ഇത് അനങ്ങാത്ത സ്ഥലങ്ങളിലേ കിട്ടുള്ളൂ, അനങ്ങാത്ത സ്ഥലങ്ങളില്ലേ അങ്ങനെ ഉള്ളിടത്തുണ്ടോ? അണ്ണാ നമ്മളിപ്പോൾ എന്താ പക്കം പോകുന്നത്? കർണാടക ബോർഡറാ? കൈ കൊണ്ട് വെയില കേട്ടോ, എന്നെ കൈ കൊണ്ട് തുഴഞ്ഞാൽ പെട്ടെന്ന് എത്തും. നീ കൈ കൊണ്ട് തുഴയാണോ? അതെ, ആ വേവിന് പോകുന്നാടാ. നേട്ടാ പുള്ളിക്ക് തുഴയാൻ വേണ്ടിയാ നമ്മൾ കയറിയ സ്ഥലം ആ കാണുന്നത്. അവിടെ നമ്മൾ അപ്പുറത്തോട്ട് പോയി, അവിടെ നമ്മൾ നേരെ ഇപ്പം ഇന്ത പക്കം പോവാ. ആളൊന്നുമില്ല, ആളില്ല, അതിനുള്ള ആളില്ല കേട്ടോ, അല്ലേ? കൊട്ട കെട്ടുന്ന നോക്കിയവനെ, മീൻ കെട്ടുന്ന നോക്കിയേ. ഇവിടെ ഒന്നും ആളില്ലാത്തത് പുള്ളിയൊക്കെ കയറി കിടന്ന് ഉറങ്ങുക. ആള് കുറേ ഡ്യൂട്ടി കേട്ടോ. അണ്ണാ നിങ്ങൾക്ക് ഗവൺമെൻറ് എത്ര തരുന്നത് ഒരു ദിവസം അല്ല ഒരു മന്ത്ലിയാ? നിങ്ങൾ യൂണിയനാ? ആ ആ எல்லாத்துக்கும் ஷேர் பண்ணால் 10 ரூபா கிடைக்கும். 10,000 ரூபா ஒரு மாதம்? 10,000 ரூபா வெறும் 10 ரூபா தான் கிடைக்கும் ஒரு நாளைக்கு. 10 രൂപ? 10 രൂപയോ? 10 ரூபா தான் கிடைக்கும். கூட்டம் எல்லாம் இருந்து எல்லா ட்ரிப்பு போனால் எல்லாத்துக்கும் கிடைக்கும். யாரும் ட்ரிப்பு போக மாட்டாங்க இல்லையா, கூட்டம் ரெஸ்ட் இருக்காது. இப்போ வரிசையாக போகும், வரிசையாட்டு 1 2 3 4 போகிறாங்களா. இப்போ நமக்கு 2 பேர் கஸ்டமர் இருக்கா, இப்போ போயிட்டு ட்ரிப்பு போயிட்டு வந்துட்டா அவங்க ஃப்ரீயாக தான் இருக்காங்க, എല്ലാവരും ഷെയർ பண்ணிக்கலாம். ഷെയർ ചെയ്യുന്നു, പടി എടുക്കാത്തവർക്കും പൈസ പോകുന്നു. പിന്നെ ഇതും കിട്ടുന്നുണ്ടോ? അതായത് സാധനങ്ങൾ 7up. അണ്ണനൊക്കെ ഒന്ന് കൊടുക്കേ, അണ്ണനക്ക് എന്നാ വേണോ? 7up വേണമോ, പെപ്സി വേണമോ? ആ തണ്ണി എന്ന് പറയാം എൻ്റെ കൂട്ടുകാരാ, അതിലും വലിയ കോമഡി. പിന്നെ വാ തുറന്നാൽ ഹിന്ദി സംസാരിക്കാൻ പോലും അറിയത്തില്ല ആ പുള്ളിയാ ഹിന്ദിയിലേക്ക്. പിന്നെ നോക്കണോടാ തുറക്കുമ്പോളേ ഞാൻ മൂഞ്ചി. ആ പൈസ കൊടുക്കടാ, ഗൂഗിൾ പേ എടുക്കാ. ആ കൊടുക്ക് എന്നാ. ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നേ. ഇത് മീനെ ഇത് കണ്ടത് വാള, നമ്മൾ അന്നും കഴിച്ചില്ല മീന്. ആ മീന് അതിനെ പിടിച്ചിട്ട് കെട്ടി വെച്ചേക്കുന്നേ, ഇത് വിൽക്കാൻ വേണ്ടി. ആ ഫ്രഷ് ആയിട്ട് വിൽക്കാൻ വേണ്ടി. ഓ പെരുസണ്ണാ. മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ദിപ്പിയെ. ഇഷ്ടം പോലെ മീനും ഉണ്ട് കേട്ടോ, വാളമീനുണ്ട്, അതുപോലെ കറുപ്പ് മീനും ഉണ്ട്. നമുക്ക് പറ്റിയ സാധനങ്ങളല്ല, നമുക്ക് പറ്റൂല മീനെ ഇത്, അല്ലേ? ഇതെന്നാ മീനാ? ഇപ്പം തൂക്കും. അതേ പുള്ളി പിടിച്ചിട്ടാക്കുന്ന മീനുകളെ കാണുന്നത്. ആ ഓ വാളയാടാ, വാളയും വേറെ സാധനം, ജീവനുണ്ട് കേട്ടോ. പയ്യനെ മീനടിച്ചേട്ടാ. ഹായ് അവന് മീനടിച്ച് ഞങ്ങളെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അയാളുടെ കഷ്ടപ്പാട്ടും ഇതും കണ്ടപ്പോൾ ഞങ്ങൾ അയാൾക്ക് ഒരു പൈസ വെറുതെ. ഓക്കെ ഗൈസ്, നല്ല മനസ്സിലായിരുന്നു. ഫൈനലി പരിപാടി കഴിഞ്ഞു, ഞങ്ങൾ നേരെ പോവാണ്. നമ്മുടെ മസാജർ ഇവിടെ എത്തിയിട്ടുണ്ട്. മസാജറിൻ്റെ വേറെ ആളാട്ടോ, ഇതേ ഇയാളാന്ന് തോന്നുന്നു മെയിൻ ആൾ. അയാൾക്ക് നമ്മളൊരു പൈസ കൊടുത്തു കേട്ടോ. പണിയുണ്ട്. അതിലിരുന്ന് ഞങ്ങളെ സമ്മതിക്കണം. അപ്പോൾ തുഴഞ്ഞ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അണ്ണനാ മസാജ് പണത്? അപ്പോൾ അന്ത ആൾ യാറ്? മകനാ? உங்களுக்கு லைசன்ஸ் இருக்கா? காட்டுங்க. ஓகே, இது லைசன்ஸ். இது സംഘത്തെ കാർഡ്. ഓക്കെ എന്നാ അവൻ്റെ ആളാന്നിത്. அது நம்ம അനിയൻ அண்ணன் மகன். എല്ലാം പൂസാ കേട്ടോ. എന്നെ സാപ്പിട്ട എന്നെ തണ്ണി കണീവി തക്കാളി അടിച്ച് കിണ്ടി കേട്ടോ. നമ്മൾ വന്ന വഴി ഇതാണ്. നമുക്കെന്തായാലും തിരിച്ചിനി മസാജിന് തയ്യാറെടുക്കാം, പോവാം. കുണ്ടി പോയിട്ട് നിന്റെ മാത്രം കേട്ടോ, ബാക്കി ആർക്കും ഇത്ര ഇതായിട്ടില്ല. എന്നെ സംഭവം വെള്ളം ഞാൻ അറ്റത്തില്ലായിരുന്നു. സിഗരറ്റ് പോലെ നിർത്തിയത് എത്ര നന്നായി. കിതപ്പ് ഞാൻ അപ്ലൈ നിർത്തണമെന്ന് പുള്ളി ഒന്നും വലിക്കത്തൊന്നുമില്ല കേട്ടോ. പുള്ളി അടിക്കത്തില്ല വലിക്കത്തില്ല, പക്ഷെ നേരെ തിരിച്ചാ ഞങ്ങൾക്ക് സിഗരറ്റ് നിർത്തി എത്ര നന്നായി. നേരെ പോവാ കേട്ടോ. ഇവിടെ ഫ്രൈ ചെയ്ത മീനുകളുണ്ട് കേട്ടോ. അല്ല ആദ്യം മസാജ് പണിയിട്ട് വരാമ്മ. അത് നമുക്ക് പറ്റില്ല കേട്ടോ. തിരുമലാണ് മെയിൻ. പട്ടായ പോയിട്ട് മസാജ് ചെയ്യാത്ത ഞങ്ങളാ ഇവിടുന്ന് മസാജ് ചെയ്യുന്നത്. കാരണം എന്നാ, മസാജ് ഇപ്പം അനിവാര്യമാണ്, മനസ്സിലായില്ലേ?
ഇത് ഓപ്പൺ മസാജ് ആരും ഒന്നും പറയൂല. ഇത് ഓപ്പൺ മസാജ്. ഓപ്പൺ മസാജ് വിത്ത് മെന്നാൻ്റെ മെന്നാണ്, വിഷയമില്ല. മറ്റേത് ക്രോസാ. പിന്നെ നമ്മളെ കള്ളവടി വെച്ച് നാക്കൂലേ അതിന് ചേട്ടാ, ഇല്ലേ? സത്യം. പെണ്ണുപിടി നാക്കൂലേ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിത് വളരെ ശ്രദ്ധിച്ച്. ഇതാണ് പ്ലേസ്. അന്ത പക്കം വേണ്ടണ്ണ. എന്താ വേറെ നല്ല നീട്ടാണ് ഇടം വേണം. വേറെ ഏതാവത് ഇരിക്കാ എന്താ അണ്ണാ இந்த வீடியோ போட்டு யூடியூபில் பண்ணிடும். അതെ நிறைய பணி கிடைக்கும். ഉങ്ങളുടെ നമ്പർ നമ്മൾ എന്താ യൂട്യൂബിൽ കൊടുത്തിടും. ഉങ്ങൾക്ക് നിറയെ പണി കിടക്കും. കിട്ടിയത് തന്നെ. വാ നമുക്ക് നേരെ പുള്ളിയുടെ മസാജിന് പങ്കെടുക്കാം. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. നമ്മൾ ഒന്ന് കേരള ഗൈസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, കുറേ ചട്ടികൾ കാണാം, ഉണങ്ങിയ ചട്ടികൾ. ഇതെല്ലാം ഊരണം കേട്ടോ. ഇതെല്ലാം ഊരി, സോക്സ് ഊരി. ഇവിടെയാണ് തീർച്ചയായിട്ടും നമ്മുടെ സാധനങ്ങൾ വെക്കുന്നത് കേട്ടോ. ഇപ്പോഴെല്ലാം ഊരി വെച്ച് തയ്യാറായിക്കോ. നമ്മൾ മറ്റേ ആ കൂട് കൊടുക്കുക. ആ കൂട് அந்த കൂട് കൊടുത്താരേ. ആ കൂടാണ് നമ്മുടെ സാധനങ്ങൾ മൊത്തം അതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാൻ തിരുമലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ജഡ്ഡി പോലെ എല്ലാം ആക്കട്ടെ കേട്ടോ. പുള്ളിക്കാരൻ എന്നാ പരിപാടിയായിരുന്നു അറിയാം. കേരളത്തിൽ പുള്ളിക്കാരൻ 8 കൊല്ലം ഉണ്ടായി. പുള്ളിക്കാരൻ തേപ്പിൻ്റെ പണിയായത്. അപ്പോൾ ഇവിടെ തേക്കുമോ നമ്മളെ? വാ നമുക്ക് മസാജ്. 3 പേരുടെ മസാജാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു അടിയുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് തന്നെ ഇതിൽ ഒക്കാരണം. ഇങ്ങനെ പോരണമോ ഇങ്ങനെ പോരണമോ? ഒക്കാരണം. ഒക്കാരണം എന്ന് പറയുമ്പോൾ ഇരിക്കണം. അപ്പടിതാ ഇത് ഫുൾ ബോഡി അല്ലെന്ന് ചോദിച്ചേ. ഫുൾ ബോഡി തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് നല്ലെണ്ണയുള്ള മസാജ്. സാധാരണ എല്ലാവരും കോക്കറ്റ് ഓയിലും കൊണ്ടാ പോലെ. ഇത് നല്ല അതെ. അന്തമാതിരി മാറ്റാതണ്ണ. ഏതൊക്കെ ഹോൾസ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് കണ്ടോ. ഇവിടെ 3 പ്രാവശ്യം ഇങ്ങനെ ആക്കും. എടാ ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ 3 പ്രാവശ്യം ഇതേപോലെ ആക്കും. ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഇവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്തു. എൻ്റെ പൊന്നെ, അടിപൊളിയായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. പല പല സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ആദ്യം ഇവിടെ 2 പ്രാവശ്യം. ഇത് നല്ലെണ്ണയിൽ ഞാൻ ആദ്യമായിട്ട് ദീപിച്ചേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുമോ? ഞാൻ തിരുമിയിട്ടില്ല. ഞാൻ ഇന്നൊരു ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ദീപിക്കും ഒരാളെ കൊണ്ട്. ഞാൻ എന്നാ തന്നെ നടുവും തിരുമിയായിരുന്നു. 7 വർഷം. ഇപ്പൊ എനിക്ക് 27 വയസ്സായല്ലോ. എന്റെ 28 എന്തിനാ എന്റെ 28 വർഷം. എന്റെ 18 വർഷം. ഇത് തിരുമ്പി നോക്കണം ഇവരെ. അതായത് എൻ്റെ 27 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ തിരുമുന്നത് കേട്ടോ. ഈ ശരീരത്തിൽ തിരുമൽ വളരെ അത്യാവശ്യം ആയതുകൊണ്ട് തിരുമുന്നതാണ്. എങ്ങനെയാവും അറിയില്ല. ഞാനിത് തിരുമ്മി കഴിഞ്ഞ് പറയാം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള. ഇവരെ 2-3 പേരെ നമ്പർ മേടിച്ചു വെച്ചാലേ നമുക്കും തിരുമൽശാല നമുക്കും തുടങ്ങാം. ദൈവമേ, ഈ അരി കൊള്ളാനാണോ ഞാൻ കാശ് കൊടുക്കുന്നത്? നമുക്ക് ഇവരുടെ നമ്പർ മേടിക്കാം. ക്ലീനർപ്പുഴയിലും മണിക്കടപ്പുഴയിലും കൊണ്ടുപോകാം. സത്യമായിട്ടോ ഒറ്റ പോയിന്റ്. ഇത് കണ്ണയിലൊക്കെ ഒഴിക്കും ചേട്ടാ. ഇതുണ്ടോ? ആ കൊട്ടവഞ്ചിക്ക് 10,000 രൂപയുള്ളൂ. അതേ കൂട്ടി 4 അതിന് പോകണ്ടായിരുന്നു. ഇതിന് പോയാൽ മതി. ഏതാ മസാജ്? വൃത്തി അത് വേണ്ട കേട്ടാ. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ തല ഇറങ്ങിയപ്പോൾ എൻ്റെ കിളി പോയി. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ സ്ഥാനത്ത് കയറത്തില്ല കേട്ടോ. പുള്ളിയോട് പൈസ പുറത്ത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എന്നെ അടിക്കുന്നത്. അപ്പടിയല്ലേ. തലയ്ക്ക് നല്ല റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇവിടെ വന്ന് ചെയ്യണം. അപ്പം മനസ്സിലാവും പിന്നെ തലവേദന വിട്ട് മാറത്തില്ല. പൈസ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നോക്കട്ടെ. സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടോ ദിവിച്ചേട്ടാ? സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്. ആണോ? ശ്രദ്ധിക്കണം. അത്യാവശ്യം കുഴപ്പമില്ല ഇതുവരെ. നിങ്ങൾ കണ്ണയിലൊഴിക്കും, ദേഹത്താക്കും. അതുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. നല്ല മസാജാട്ടോ പുള്ളിയുടെ. വലിയ കുഴപ്പമില്ലാത്ത, എന്നാൽ ഓവർ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള മസാജാണ്. അത് വലിയ കലിപ്പില്ല. മുഖത്തൊക്കെ കലിപ്പുണ്ടെന്ന് തോന്നുന്നു. അത് തിരുമുന്നതിൻ്റെ ചേട്ടാ. പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇല്ല, വലിയ കുഴപ്പമില്ല. പുള്ളിക്കാരൻ പുറത്തൊക്കെ നമ്മൾ പോയി തിരുമണ എത്ര രൂപയാടാ? നീ തല വേണ്ടെന്ന് പറ, ബാക്കിയുള്ള മതി എന്ന് പറ. അതല്ലടാ, പുറന്തായത്തൊക്കെ തിരുമലിന്. അയ്യോ, ഏറ്റവും നല്ല തിരുമലിന്റെ സംഭവം തുടങ്ങാൻ റഷ്യ തുടങ്ങണം. സംഭവം വേറെ ലെവലാ. ഓ ഗായ്സ് നോക്കിയേ, നടു നോക്കിയേ. ആണ്ടാ ആ തിരുമല് നോക്കിയേ. ഉണ്ടാ കറക്റ്റായിട്ട് തിരുമൽ നോക്കി. ആണ്ടാ വരുന്നുണ്ട്. കണ്ടോ നടുവൊക്കെ അടിച്ച് നേരെയാക്കി നോക്കി. എൻ്റെ നടുവ് മാത്രം മതി, തല വേണ്ട. റൂമിൽ 2 ദിവസം കൈ ഒഴിഞ്ഞ് ബാക്കിയെല്ലാം ചെയ്യും.
ഇത് റൂം 2 ദിവസം കൂടെ കൂട്ടിയെടുക്കണോ? അതിനാ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു മുഖവേദന കണ്ടിട്ട്. മൈക്ക് ഏത് കാലിൻ്റെ വെച്ചേക്കാം നിങ്ങൾ? ഞങ്ങളുടെ അടുത്ത് തന്നെ. അയ്യോ, സംഭവം കണ്ടിട്ട് സൂപ്പറാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കോ? ചേട്ടാ, നമ്മൾ എത്ര പൈസ കൊടുത്താലും നമുക്ക് ഇങ്ങനെ പാറേൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് തിരുമാൻ പറ്റുമോ? ഇല്ല. റൂമിൽ കിടന്നു നമുക്ക് ചെറിയ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ. ചെറിയ ഞരമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, തിരുമ്പി കഴിഞ്ഞാൽ മാറും. വലുതായിട്ടല്ല, ചെറുത് അല്ലേ? പിന്നെ കൊള്ളാവോ? ഉണ്ടോ പുള്ളിക്കാരൻ അടിച്ച് സംഭവം ഉണ്ട്. ഇതിന് എത്ര പൈസ എന്നറിയോ? ഒരാൾക്ക് 300 രൂപ ആവുന്നുള്ളൂ. ഫുൾ മേടി മസാജിന് 133 രൂപ അത്ര ആവുന്നുള്ളൂ. മൊത്തം 1200. 400. കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്ന് പഠിപ്പിക്കുന്ന കേട്ടോ. എന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈ മറ്റേ ആ ഒരു സാധനമില്ലേ, ഇവർക്ക് എന്നിട്ട് മറ്റേ ടാഗ് കൊടുക്കത്തുള്ളൂ, അല്ല കൊടുക്കത്തില്ല. കാർഡ് ഇത് ഇന്തമാതിരി കാർഡുള്ള ആൾക്കാർ പാട്ട് ഇവിടെ വന്ന് ചെയ്യത്. ആ കാർഡില്ലാത്ത ചെയ്ത് കൂടാതെ എന്താ കാർഡില്ലാത്ത ആൾക്കാർക്ക് അറിയാതെ അല്ലേ? 3 മാസം ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇതേപോലെ തിരുമല. ഞാൻ വേറെ കാര്യമുണ്ട്, റഷ്യയിൽ ഭയങ്കര ഡിമാൻഡ്. ഞങ്ങൾ റഷ്യക്ക് ഇങ്ങനെ 2-3 ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. 60 മിനിറ്റ് കൊണ്ട് 1200 രൂപ അല്ലേ? എന്റെ പൊന്നെ കാലിലെ തിരുമ നോക്കിയേ. അയാളെ കയ്യിലെ പവർ തന്നെ പവറാന്ന് എഴുതി ചേട്ടാ. അയാളെ 2 വിരലിൽ വരുന്ന പവർ, 2 വിരലിലെ പവർ തന്നെ പവർ. ഇവിടെ ഫേമസ് എന്ന് വെച്ചാൽ കൊട്ടവഞ്ചിക്കും അതേപോലെ ഈ തിരുമലിനാണ് ഇവിടുത്തെ ഫേമസ്. അതെ, കൊട്ടവഞ്ചി തിരുമൽ. അതെ, കൊട്ടവഞ്ചീനേക്കാളും ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തിരുമലിനാണ്. അതെ, എത്ര പേരാ ഇവിടെ വന്ന് ശരീരം തിരുമിയിട്ട് പോകുന്നതെന്ന് അറിയാമോ? ഇവിടെ വന്ന ആൾക്കാർ ഇത് വിടരുത്, ഇത് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നല്ലൊരു സൗകര്യമുണ്ട്. ഇങ്ങോട്ടേക്കാണ് തിരുമാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും ചെയ്യാം. അതിനാ ഇങ്ങോട്ടാണ് പിന്നെ ആൾക്കൊരു സംശയം. എൻ്റെ ചേട്ടാ, ഞാൻ മറ്റേ ഇത് ഓപ്പൺ എയറിലുള്ള ഞാൻ കഴിഞ്ഞ ദിവസം നടുവിന് പ്രശ്നമായിട്ട് നമ്മൾ മൈസൂർ പോയില്ലേ, പക്ക ഉടായ്പ്. എത്ര പൈസ മേടിച്ചെന്നറിയാ? 2000 രൂപ ഒരാളെടുത്ത് മേടിച്ചേ. നേരത്തെ ഇവിടെ ആൾക്കാർ ഇതെന്ന് വെച്ചാൽ പക്ക തിരുമല്. ഇത് തിരുമലാണ്. മറ്റേന്ന് വെച്ചാൽ കാലം വന്നിട്ട് ഒന്ന് ഓടിച്ചു വിടും. ഇത് അപ്പുറത്തെല്ലാം തിരുമലുണ്ട് കേട്ടോ. തിരുമല് ഇഷ്ടംപോലെ ആൾക്കാർ തിരുമുന്നുണ്ട് കേട്ടോ. വേണ്ട കടത്തി എല്ലാവരും തിരുമല. ഈ തിരുമാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ആണോ? ബോഡി ഒന്ന് റിലാക്സ് ആവും. ഇനി പോയിട്ടൊന്ന് ഉറക്കം കൂടി ചെയ്താലേ ഉറങ്ങിപ്പോവും. ഇപ്പം വേദനയില്ല. ഇത് തിരുമി കഴിയുമ്പോൾ എന്താവും എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ ഇവിടെ വരാൻ നേരത്ത് ഭയങ്കര വേദന. ഞാൻ വിചാരിച്ച തലേ പ്രസ് ചെയ്യുമ്പോഴേ അങ്ങനെ എനിക്ക് അന്ന് നമ്മൾ ഓർക്കും, നമ്മൾ ആദ്യമായിട്ട് മറ്റേ എറണാകുളത്തോട്ട് അവൻ്റെ അടുത്ത് തലേന്ന് പ്രസ് ചെയ്ത് എനിക്ക് ഒരാഴ്ച ഭയങ്കര വേദനയായിരുന്നു. ഓർക്കുന്നില്ല, മറ്റേ തലമുടി വെട്ടിയപ്പം മസാജ് ചെയ്യിച്ചപ്പം ഇതിനൊരു ബലമുള്ള ഒരു മയമുണ്ട്. അതാ പറഞ്ഞ അറിയാവുന്നവർ ഈ സാധനമൊക്കെ ചെയ്യണം ചേട്ടാ, പഠിച്ചവര്. ഇവർക്ക് അങ്ങനെ കാർഡ് കിട്ടത്തോളൂ. ഇത് തട്ടിപ്പ് കേസല്ല. തമിഴ്നാട് ഗവൺമെന്റ് ഇങ്ങനത്തെ കേസൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ കഴിച്ചിട്ടുണ്ടോ? അവസാനം കണ്ടോ പുള്ളിക്കാരൻ പൊട്ടിക്കാൻ നോക്കിയേ. പൊട്ടിയോ? കണ്ടോ? ഇതിമ്മി അങ്ങ് മൊത്തം അങ്ങോട്ട് എടുക്കും കേട്ടോ. എതിരെ വലിച്ച് പൊക്കിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. കഴിഞ്ഞു. ഇനി കിടക്കാൻ നീങ്ങി കിടക്കാൻ കണ്ടോ? കണ്ടോ വയറ് കണ്ടോ? നാച്ചുറൽ തിരുമല് കണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾ വരാതിരിക്കുന്ന കേട്ടോ, നല്ല അല്ലേ? ലേഡീസിന് വേറെ ആയിരിക്കും. ആണോ? എന്താ ലേഡീസിന് ലേഡീസാ? എങ്ക ರೂಮ್ ಸಪ್ರೇಟ್ ರೂಮ್ ರೂಮಾ? ಗಾಯ್ಸ್ ಒಂದು ತಳ ಹೆಡ್ ಕೈ ಕೈ ಕಾಲ್ എന്താ ലേഡീസിന് ലേഡീസ്, ലേഡീസ് ജെംസിന് ജെംസ്, ജെൻസിന് സെറ്റ്. ഓക്കെ. കണ്ടോ ഇവിടെ ജെൻസ് കണ്ടോ? ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും, അങ്ങനെ കുഴപ്പമില്ല. ആണുങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്നാണ് ചെയ്യുന്നത്, പെണ്ണുങ്ങൾക്ക് അവിടെ റൂമും കാര്യങ്ങളും ഉണ്ട്, അവിടെ ചെയ്യും. ഇവിടെ നെഞ്ചത്തെ രോമല്ലെന്ന് കുറച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നു. അതിനാ അയാൾ തിരുമ്മി എടുത്തിട്ട് ഇതെന്താ മാന്തി പറിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? കിക്കിളി കൂടുന്നുണ്ടോ തോന്നല്ലേ? കിക്കിളി കൂടുന്നുണ്ട് പുള്ളിക്കാരൻ. എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ കിക്കിളി രാജയാ. എങ്ങനെയുണ്ട്? കിക്കിളി ഒരു സുഖം. വേദന വേദന ഉണ്ടല്ലേ? വേദന കിക്കിളി
ഇതെന്നെ പ്രശ്നം അറിയാം, നമ്മൾ ഈ തിരുമങ്കണല്ലോ ചെറിയൊരു കടുകട മാറിക്കഴിഞ്ഞാണല്ലോ ചിലപ്പം ജന്മം മുഴുവൻ ഓർത്തിരിക്കാൻ പാകത്തിന് നല്ല ഞരമ്പ് തെറ്റി കിടക്കും. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അറിയാവുന്ന ചേട്ടാ എൻ്റെ ഫ്രണ്ട് വേണ്ട, ബാക്ക് മതി എന്ന് മാത്രം പറയാം അല്ലേ? നടുവാണ് പ്രശ്നം എൻ്റെ. വേണ്ട വേണ്ട, എനിക്ക് വന്ന് നടുവേദന, അത് നടുവേദനയ്ക്ക് മറ്റും ചെയ്യും. എനിക്ക് നിലയെ പ്രശ്നമില്ല, ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ ആവും എന്നുള്ളതിനെ പറ്റി മാത്രം ഒരു ഒരുമിച്ച് പോകാമല്ലോ നിങ്ങൾക്ക്. ഏയ് ഒന്നുമില്ല, ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല ആ പണ്ട് ആ സ്കൂളിന്റെ ബാക്കിൽ നിന്നിട്ട് കരഞ്ഞില്ലേ? നമ്മൾ കരയില്ല. കാലൊക്കെ നോക്കിയില്ലേ ചെയ്യുന്നത്? കിട്ടുന്ന സംഭവം കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാമല്ലോ ഇതിനെ, അല്ലേ? നമുക്ക് നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടി വന്നാണ് നമ്മൾ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ ഇഷ്ടം മാത്രമേ നോക്കാവുള്ളൂ. എൻ്റെ ശരീരത്തിൽ കുറേ സ്ഥലത്ത് ഈ ഫുട്ബോൾ കളിച്ചങ്ങോട്ട് ഇത് കിട്ടിയിട്ടേ അതിൻ്റെയൊക്കെ ചതവ് കിടപ്പുണ്ട്. അത് നീ ഫോർവേഡ് കളിച്ചോണ്ടിരുന്നേ ഡിഫൻസ് ആണ്, പിന്നെ നമ്മൾ അങ്ങോട്ട് കാലി ഒക്കെ വെച്ച് തരുന്നത് സാധ്യത കുറവാണല്ലോ ഡിഫൻസ്. ആ ഗായ്സ് നോക്കിയേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും നല്ലത്. അതായത് കണ്ണ് പുള്ളിക്കാൻ ഇങ്ങനെ എണ്ണ എടുത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കണേ. വണ്ടിയൊക്കെ ഓടിച്ച് വരാണ് ഉറക്കം വരും കേട്ടോ. ഉറക്കം വന്ന് അപകടം ഉണ്ടാകാൻ ചാൻസ് കൊടുത്തത്. അപ്പോൾ ഒരു ദിവസം കൂടെ നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഉറങ്ങിയിട്ടോ നിങ്ങൾ പോകാവുള്ളൂ, അല്ലേ ദിവചേട്ടാ? അതെ. പിന്നെ നിങ്ങൾ വരുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വഞ്ചിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങണം. 5 മണിക്ക് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 6 മണിക്കാണ്. 6 മണിക്ക് വരണം. ഇല്ലെങ്കിൽ പിന്നെ ഉച്ച ആയി കഴിയുമ്പോൾ ഭയങ്കര വെയിലാണ്. നമ്മൾ വെയിലായിട്ട് പരമാവധി സ്പീഡിലേക്ക് പോകുന്നു. കണ്ടോ നല്ല ഇതാണ് ഇത്. കണ്ടോ അവസാനം കണ്ടോ കണ്ണിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് വരെ ഇങ്ങനെ കണ്ടോ ആ എണ്ണ ഒഴിച്ചിട്ട് കണ്ടോ പുള്ളിക്കാരൻ ഇങ്ങനെ എടുത്തു തരുന്ന നോക്കിയേ. നമ്മളിവിടെ ചോദിക്കണം ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്, എന്നാലും ഇവർ ചെയ്തു തരും. കണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ എല്ലാ കണ്ണും എരിയുന്നുണ്ടോ? இந்த மாதிரி വീരങ്ങൾ ചൊല്ലിടും. എന്താ ചൊല്ലിടും അല്ലേ? വേദന ഉണ്ടോ കേട്ടോ? ഇല്ല വീട്ടിലില്ലടാ. ഇല്ല ഉണ്ടോ? തിരുമ്മി ഇറക്കി നോക്കി കഴിഞ്ഞു. ഗൈസ് ഫൈനലി എന്നെ തിരുമ്മി. എനിക്കൊരു പറയും കാണത്തില്ല കേട്ടോ, എൻ്റെ കണ്ണിലൊക്കെ നിറച്ച് എണ്ണയാണ്. ഇത് ലിവിനെ തിരുമാൻ വേണ്ടി പോവാണ്. കൈ എൻ്റെ തിരുമിയില്ലോ. കൈ തിരുമിയാ ഇല്ലേ? എൻ്റെ ലെഗ് അത് തിരുമാൻ മറന്നു. അത് തിരുമാൻ കൈ തിരുമാൻ മറന്നേ പുള്ളി. പുള്ളി ആവേശത്തിൽ മറന്നേ. ഇങ്ങോട്ട് പിടിച്ചോ, എന്നെ പിടിക്കടോ. എൻ്റെ കൈ തിരുമാൻ പുള്ളി മറന്നുപോയി. അയ്യോ സൂപ്പറായിരിക്കുന്നു. ഇന്നിങ്ങനെ തലക്ക് ചെയ്തിട്ട് എന്റെ കൈ മാത്രം ജയിക്കല്ലേ. പുള്ളിക്കാനൊരു ആവശ്യമായി ഞാൻ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. സാധനം കൊള്ളാം കേട്ടോ. ഓക്കെ ഗൈസ് അവിടെ വെച്ചോ ചോദിച്ചോട്ടെ ബാഗ് നോക്കണം. ഇല്ല ഇവിടെ വെച്ചോ, ഇവിടെ വെച്ച് ആരും എടുത്തോണ്ട് പോകുന്നു. ആണോ മൈക്കൂരി ഞങ്ങൾ അതിൻ്റെ വെച്ചു. ഇവന്റെ മസാജ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് കാണത്തില്ല കേട്ടോ. അയ്യോ ഇനി നമ്മൾ 3 പേരും മസാജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആ പുഴയിൽ ഇറങ്ങി കുളിക്കാം. എല്ലാ സാധനവും ഇല്ല തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത്. ഫോണല്ല മറ്റേ ഷാമ്പു അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ല. ഇല്ല അത് ഇതാ ആ കൂണ്ടന്നിട്ട് സോപ്പ് ഷാമ്പു. എങ്ക അണ്ണ ഇങ്ക മുങ്ങി കുളിക്കാൻ പറ്റുമാ? ഡേഞ്ചറാ എങ്ക അങ്ങയാ ഇവിടെ എല്ലാം തിരുമല കേട്ടോ. അതെ അവിടെയൊക്കെ ഫുള്ള് തിരുമല കാണുന്നത്. ഗൈസ് ലിവിൻ്റെ ഹെഡ് മസാജ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിപിക്കോ? ഇനി കുളിക്കണ്ട ഇത് കഴിഞ്ഞിട്ട് അല്ലേ? നല്ല രസം കേട്ടോ തല ഇങ്ങനെ ആക്കുന്നത്. ഓവർ ബലത്തിൽ ചെയ്യുന്നുമില്ല. നമുക്ക് കൂടുതൽ കാണുമ്പോൾ വലിയ ബലം തോന്നും, പക്ഷെ ആ ബലമില്ല. ഇതിൽ ഏറ്റവും സൂപ്പർ ആണെന്നറിയോ നമ്മുടെ ഈ കാലിൻ്റെ ഈ ബേക്ക് വശത്ത് ചെയ്യുന്ന സാധനമില്ലേ, ഏറ്റവും സൂപ്പറാ, അടിപൊളിയത്. അണ്ണാ എന്താ നല്ല ബോർഡ് തന്നെ സൂപ്പറായിരിക്കും. പിന്നെ സൂപ്പറായിരിക്കും.
ബേക്കിനൊരു ചെറിയ ഇതുണ്ട്, ചെറിയൊരു വേനുണ്ട്. അതാ സൂപ്പർ, അതാണ് ഏറ്റവും സൂപ്പർ. എന്തോരം മാറിയെന്നറിയോ? നേരത്തെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഒന്ന് കുറവുണ്ട്. എനിക്കും ശരിയായി, എൻ്റെ കൂട്ടുകാരനും ശരിയായി. കളരി മർമാണിത്തയില്ല. എല്ലാവർക്കും ശരിയാവില്ല അവന്. അവനെ ഇത് എല്ലാവർക്കും ശരിയാവൂല. ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ശരിയാവില്ല. അതാണ് ഈ തിരുമലിന്റെ പ്രശ്നം. ചില ആളുടെ പ്രശ്നം അതാ. ഗൈസ്, സീസണിൽ ഈ ചേട്ടൻ 10 രൂപ വരെ ചെയ്യും കേട്ടോ. ഇന്നും ഞങ്ങൾക്ക് മുമ്പ് 2 വരെ പണി, ഇപ്പം ഞങ്ങൾ 3 വരെ പണി, അങ്ങനെ മൊത്തം 5 വരെ ഇന്ന് പണി. എല്ലാ സമയത്ത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വരെ അല്ലേ, 10-30 രൂപ പണിയെടുക്കും അല്ലേ ചേട്ടാ? നിങ്ങളുടെ ഒരു കൊട്ടമണി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കില്ല കേട്ടോ. എന്നെ കാണിക്കുന്നത് എന്നത് ആക്കാം തെറി വിളിച്ചു പറയാം കേട്ടോ. ഗൈസ് നോക്കിയേ, ലിവിൻ്റെ കണ്ണയിൽ ഇതാക്കും. ഇത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് എണ്ണയുള്ളതുകൊണ്ട് മൂക്കും കുത്തി കിടക്കും കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ കണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിക്കും. ഇതുണ്ടോ, ഇതേപോലെ കണ്ണിലേക്ക് ഒഴിച്ചിട്ട് കണ്ണ് ഇതേപോലെ വൃത്തിയാക്കി തരും കേട്ടോ. നല്ല നീറ്റാക്കി തരും. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെളിയൊക്കെ ഉണ്ടല്ലോ പോകും. ഇത് മധുരയിലുണ്ട് ശരിക്കും മനസ്സിലാവും കേട്ടോ. അവനെ ചെളി പോകുന്ന ശരിക്കും മനസ്സിലാവും. അല്ല, മധുരയിലുണ്ട്, കണ്ണിൻ്റെ അകത്ത് ഈർക്കിലിട്ടിട്ട് ചെയ്യുന്നത്. അത് ഡേഞ്ചറാ, അത് ഡേഞ്ചറാ. ഒന്ന് മാറിപ്പോയ ലിബിൻ്റെ കഴിഞ്ഞ് സൂപ്പർ ഫിനിഷ്. ഫിനിഷ്. ലിബിൻ്റെ മസാജ് ചെയ്യാൻ പോവാണ്. ചമ്പറൊക്കെ പറഞ്ഞ് പട്ടിഷോ തുടങ്ങി കേട്ടോ. മര്യാദക്ക് ഇരുന്നാൽ പോരെ. അല്ല, ഫുൾ ബലം നല്ലോണം പ്രസ് പണി കൊടുങ്ങ. പൊറോട്ടെ ജീവിതേട്ടന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഇറക്കിയും കടത്തിയൊക്കെ ചെയ്യും. അതിന് ശേഷം ബാക്കി പരിപാടികൾ കേട്ടോ. എങ്ങനെയുണ്ട് ദീപചേട്ടാ? നല്ലല്ലേ ദീപചേട്ടാ? അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലല്ലോ, പ്രയാസമൊന്നും ഇല്ലല്ലോ ഗൈസ്. അങ്ങനെ ഫൈനലി ദീപചേട്ടനെ ഇതൊക്കെ കടത്തി ചെയ്യുക കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ ഇതേപോലെ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഒരു 50% ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ചെയ്യണം. അല്ല, അതിനല്ല ഇരുന്നുണ്ട്, ഇത് ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നടുവിൻ്റെ പ്രയാസം എന്ത് മാറിയെന്നറിയണോ? ഒരു 50% ഞാൻ വേന കൊണ്ടാണ് വന്നത്, 50% കൊണ്ട് മാറി. നല്ല രസമുണ്ട് കേട്ടോ ചെയ്യുന്നത്. നല്ല രസമാണ് കണ്ടോ. നല്ല സെറ്റപ്പായിട്ട് അവർ നന്നായിട്ട് ചെയ്യും കേട്ടോ. ചേട്ടൻ കിളി മാറി കേട്ടോ. ഇത് മാത്രം ഭയങ്കര കിക്കിളി എടുക്കുക. നീ കാലയിൽ അതുകൊണ്ടുണ്ട്. കാലിൽ ഈ കാലിൽ ആദ്യം കൊടുക്ക. അതായത് വാട്ടർഫോൾസ് കുളിക്കണേ 10 രൂപ, വെള്ളത്തിൽ കുളിക്കണേ ഫ്രീ. ചാട്ടമില്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഫ്രീ. ചാട്ടം ഉണ്ടെങ്കിൽ 10 രൂപ. നമ്മൾ വെള്ളത്തിൽ ചാടി കുളിക്കുന്നു, ഈ വെള്ളത്തിൽ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട്. ഈ വെള്ളത്തിൽ കുളിക്കുവാണെങ്കിൽ ഫ്രീ അല്ലേ? ഈ എല്ലാ വെള്ളം ഒരേ വെള്ളം തന്നെയല്ലേ, ഒരുമിച്ച് പോകുന്ന വെള്ളം. ഇവിടെ ഇറങ്ങാനെ ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്. ഓ, എന്തായാലും തണുപ്പുണ്ടാവും. നല്ല തണുപ്പാട്ടോ. നോക്ക് പാത്ത്. അതായത് സോപ്പ് ഇരിക്ക, ഷാമ്പു ഇരിക്ക. ഇങ്ങ പോകെ ആദ്യം പോയിട്ടേ ഇത് പിടിച്ചാലും പിന്നെ ഇതിവിടെ വെച്ചോ. ആദ്യം പോയിട്ടേ വെള്ളത്തിൽ മുങ്ങി നോക്കുന്നത്. വെള്ളത്തിൽ നല്ല തണുപ്പ്, നല്ല തണുപ്പാ. അയ്യോ ചേട്ടാ, ഹെവി തണുപ്പാട്ടോ. ഇവിടെ തണുപ്പ്, ഇവിടെ ആഴമുള്ളൂ, ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. വെള്ളച്ചാട്ടം ആയതുകൊണ്ട് വലിയ പണിയെടുക്കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കിടക്ക് ജീവിച്ചേട്ടാ. അവിടെ കിടക്ക്. തണുപ്പെന്ന് പറഞ്ഞോളല്ലോ, നമ്മൾ വിചാരിക്കണമെന്ന് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നീ മാറി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യണ്ടെന്നുള്ള. അത് കണ്ടോ? വാ ഇറങ്ങിക്കോ, വലിയ ഇതൊന്നുമില്ല. ബാ ചേട്ടാ കുളിച്ചോ, അതോടെ വെച്ചോടാ. വാ ചാടിക്കോ. ആദ്യം വെള്ളത്തിൽ മുങ്ങിട്ടാ പോട്ടാ ഷാമ്പു തേക്കുന്നത്, അല്ലേ പോവും. പോണ അതെടുത്ത് കര വെക്ക്. ദേഹത്തിടാൻ എന്തൊക്കെയോ പൗഡറുണ്ട്, കിട്ടേക്ക. അല്ല, നമ്മള് കാശ് കൊടുത്തു. അല്ല, ഇവിടെ മറ്റേ സാധനം വേണമെങ്കിൽ തരൂ. നമ്മൾ എണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. എന്നാലും പുള്ളിയോടെ ലോക്കായിരിക്കുക. പുള്ളിയുടെ ഡ്രസ്സിന് കാവൽ എടുത്തേക്കുക. പൈസ വെച്ചാൽ ഞങ്ങൾ കുളിച്ചിട്ട് വരേണ്ടത് അല്ലേ ചേട്ടാ? കുളിക്കുന്നില്ലേ? കുളിക്കണം. നീരാടുവാൻ, പുഴയിൽ നീരാടുവാൻ. നോക്കൂ, ഫൈനലി കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഞങ്ങൾ നിൽക്കുവാണ്. മീൻ മസാജ് കൂടെ ഒന്ന് എടുത്തിട്ട് പോകാലോ. നമ്മുടെ കുളി കഴിഞ്ഞിട്ട് വേണം മറ്റേ പുള്ളിക്ക് പൈസ മേടിച്ചിട്ട് പോകാൻ വേണ്ടി.
ഏറ്റവും ഡ്രസ്സ് മാറാൻ വാ പെട്ടെന്ന് ആയിക്കോട്ടെ. ഭക്ഷണം കഴിക്കണ്ടേ? ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞു വന്നു. ഈ അമ്മച്ചിയെ ഞാനോട് പറഞ്ഞു നീ വീഡിയോ പിടിക്കാതെ എൻ്റെ 2 മീൻ മേടിച്ച് കഴിക്കാൻ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നതാണ്. അപ്പം അമ്മച്ചിയുടെ 3 പീസ് മീൻ. പാറമീനാട്ടോ, പാറമീൻ, കട്ല, അതായത് സിലോപ്പി, നത്തലി, കട്ല. മനസ്സിലായോ കുഞ്ഞെ നിങ്ങൾക്ക് എല്ലാവർക്കും? അത് മറ്റേ ഇതാന്ന് നമ്മുടെ മറ്റേ മറ്റേ ഇതുപോലെ ഇരിക്കുന്ന സാധനം എന്തോ ഒന്നാ അത് തന്നെ അല്ല ചേട്ടാ. ശനി ഞായർ ഇപ്പം ആരും ഇങ്ങോട്ട് വരണ്ട. ശനി ഞായർ ഇവിടെ റൂമിനും അതുപോലെ തന്നെ മസാജിനും ഇതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ പൈസ കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ 3 പീസ് 100 മേടിച്ചത് 2 പീസ് 100. അതായത് അവൈലബിലിറ്റി കൂടുമ്പോൾ മീൻ റേറ്റ് കുറയും. അതെ, അങ്ങനെയല്ലേ സാധാരണ വരുന്നേ അല്ലേ? കണ്ടോ ചേച്ചി ഇപ്പം തന്നെ എല്ലാം ഫ്രഷ് ആയിട്ട് അരി കേട്ടോ, കയ്യിൽ തന്നെ എല്ലാം അരിഞ്ഞ് സെറ്റപ്പ് ആക്കി തരുക. ഇപ്പോൾ ഫിഷ് തരും. ആ ഫിഷിൻ്റെ അത് ഇങ്ങനെ നാരങ്ങയൊക്കെ ഇട്ട് നിങ്ങൾ നാരങ്ങ എൻ്റെ നാരങ്ങ ഒഴിച്ചാക്കി കേട്ടോ ഇപ്പോഴേ പറയുക. അതിൻ്റെ അത് വേറെ കാര്യമുണ്ട്. ഈ കാണുന്ന ഫ്രഷ് വാട്ടറിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന സാധനമാണ് ഈ. അതെ, പല ടൈപ്പ് ക്യാൻവാസിങ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ. പിന്നെ കുറേ വൃത്തികെട്ടന്മാർ ഇവിടെ വന്ന് മദ്യപിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കോ? എൻ്റെ നമുക്ക് കുഴപ്പമില്ല. ചെയ്യാത്തതുകൊണ്ടാണ് വിഷയം. ചിലവർക്ക് കുശുമ്പെന്ന് പറയും, ചിലവർക്ക് അതിനകത്ത് നമുക്ക് ചില കാര്യം വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നത് അടിക്കുന്നു. എന്നാ പറയാനാ, നമ്മളുടെ നല്ല മീൻ വറുത്ത് കോരി ഇപ്പൊ എടുക്കും കേട്ടോ. വേറെ കാര്യം ഉണ്ടായിരുന്നെ, ഈ മീൻ കട്ടിങ്ങിന്റെ ഇതാണ് ഇത്രയും വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. സമയത്ത് ഇത് നടുവ് കട്ട് ചെയ്ത ഒന്നും ഉണ്ടാവില്ല. ഈ കട്ട് ചെയ്തതിന്റെ വലുപ്പം എന്ന് വെച്ച് നോക്കി എന്ത് വലുതാന്ന്. അതെ, അത് ലിബിൻ പറഞ്ഞു വളരെ ശരി കേട്ടോ. എന്തായാലും ഞങ്ങളുടെ കളസം കാരണം ഞങ്ങളുടെ കണ്ണൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അടിച്ച് കിണ്ടിയെ കൊഞ്ചായിരിക്കുന്നത് തോന്നും. കണ്ണിനകത്ത് സാധനം ഒഴിച്ചിട്ടാണ് ഈ സംഭവം. നോക്കിയാൽ 10 ദിവസം ഇറങ്ങിയ പോലെ ഉണ്ട്. ആണോ? നമ്മുടെ ഫിഷ് റെഡി ആയിട്ടോ. അമ്പട കള്ള ടോണിക്കുട്ട സംഭവം റെഡി. ഇനിയിപ്പം നമുക്കത് കഴിക്കാം. നല്ല സെറ്റപ്പ് സാധനം തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കഴിക്കുന്നത്. നീയോ? ഞാൻ മീൻ തിന്നിട്ടുണ്ട് ഇവനെ. നമ്മളന്ന് മൈസൂർ ഈ മീൻ തിന്നാ ഞാൻ. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ആകോലി പോലെ ഇരിക്കും കറുത്തിട്ട്. ഇതുവരെ നീ വിട്ടില്ല ഇത്? ഇല്ല ഇതിന്റെ പേര് ഞാൻ ഓർത്തിട്ടേ വരുള്ളൂ. ഗൈസ്, അമ്മച്ചിയുടെ ആദ്യത്തെ കസ്റ്റമറാണെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ഏക കസ്റ്റമർ. കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. ഇല്ലേ, ചൂടാ, ഉള്ളിലോട്ടങ്ങ് എത്താൻ പറ്റുന്നില്ല. നല്ല നെയ്യാ. പുക വരുന്ന പോലെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സാധനം. വേണം എൻ്റെ പണ്ണിനെ വേവിച്ച് തരും അങ്ങോട്ട് കൊടുക്കും. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റാ മീൻ. സോഫ്റ്റാ, നല്ല മീനാ ഗൈസ്. നല്ല കിടിലൻ മീൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെരി നൈസ്. നല്ല ചൂടായിട്ട് ഒറ്റ രൂപ. അപ്പം 100 രൂപ കിട്ടിയ 3 മീൻ നമ്മുടെ നാട്ടിൽ ഇത്ര കിട്ടുമോ? കിട്ടൂല. വേറൊരു ചാൻസ് കൂടെ ഉണ്ട്. അവിടെ നമ്മൾ മീൻ മേടിച്ചിട്ട് വരുവാണെങ്കിൽ 1 കിലോ മീൻ ഇവിടുന്ന് റെഡിയാക്കി തരുന്നതിന് 300 രൂപ. അപ്പോൾ ഇവിടുന്ന് മേടിച്ച് മേടിക്കുന്ന അതുവരെ ഇവിടുന്ന് മേടിക്കുന്നത്. വിചാരിച്ചത് 30 രൂപയാണ് കിലോയ്ക്ക്. പക്ഷെ മുള്ളില്ലാന്നുണ്ട്, മുള്ളുണ്ട് കേട്ടോ. അടിയും കഴിഞ്ഞ് കോട്ട വഞ്ചിയുടെ അടുത്തെത്തി ഗൈസ്. ഞങ്ങൾ ഇപ്പം തെറിയോക്കേ. എന്തിനാ ദീച്ചേട്ടാ പെതിയെ പോണേ? എല്ലാവരും തെറി പറയേ. സോറി സാർ, ശ്രദ്ധിക്കണേ. അയ്യോ, എല്ലാം പോയി. സോറി. അമ്പോ, എന്താ 500 മസാജിന് 1500 3000 1500 രൂപ. ഒരു 14,000 രൂപ വരും കേട്ടോ ഇവിടുത്തെ ഒരു ചിലവ് അല്ലേ? എല്ലാം കൂടെ ഒരു 14,000 രൂപ. ഒരു ദിവസത്തേനുള്ള ഉണ്ട് പിന്നെ കാണാനുള്ളതുണ്ട്. കറക്കാതെന്ന് പറ, കറക്കല്ലേ ഇത് അങ്ങനെ കറക്കിയാൽ പെട്ടു. നല്ല മീൻ അല്ലേ? നല്ല ഫ്രൈ ചെയ്ത മീൻ, നല്ല നെയ്യായി. അതിൻ്റെ അകത്ത് എത്ര മീനാ കെട്ടിയിട്ടാക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. നല്ല നെയ്യ്. നോക്കിയപ്പോൾ ഒരു ഇരിപ്പ് കണ്ടോടാ. അത് അങ്ങനെ തൊഴിയാൻ പറ്റുള്ളൂ അവനെ. ചോദിച്ചില്ല നമ്മള് അത് ചോദിച്ചോട്ടെ. നമ്മൾ ചോദിച്ചായിരുന്നു. 10,000 രൂപ. എത്ര വിലയുണ്ട് അതിന്? ഉള്ളിലെ കൊടുത്തിട്ട് എന്താ ആൾക്ക് 500 രൂപ കൊടുത്തിട്ട് അന്ത ആൾ പറഞ്ഞ് ഇങ്ങേ കൊടുത്തിടുക്കുന്നു. അപ്പടി പാലുവിനെ കയറാം. പോട്ടെ ശ്രദ്ധിക്കണേ. അതിക്കോട്ടെ ഒന്ന് മേടിക്കത്തി വിറ്റോട്ടാ എൻ്റെ കയ്യിൽ നിന്ന്. ചോദിച്ചോണ്ടാ എല്ലാം കൊടുക്കാൻ. അപ്പോഴോ അവിടെ നമ്മൾ 500 കൊടുത്തില്ലേ? അവൻ അന്ത ആളോട് മേടിച്ചോളാം. സാധനം ഇവിടെ വെക്കുന്നു, നേരെ കയറി പോകുന്നു. എല്ലാം കഴിഞ്ഞു. നമ്മൾ വെഹിക്കിൾ പാർക്കിങ്ങിൻ്റെ അവിടെ കയറുന്നു, വണ്ടി എടുക്കുന്നു, നേരെ കഴിക്കുന്ന ഇവിടെ അല്ല ചേട്ടാ. മറ്റേ സംഭവം പണി പാളും കേട്ടോ. ഇവിടെ വേണം കഴിക്കുന്ന. എന്നാ ഇതിവിടെ സർക്കാരിൻ്റെ അതാണോ ബെസ്റ്റ്? അതോ വേറെ ഏതെങ്കിലും ബെസ്റ്റ് ഉണ്ടോ? നമ്മൾ ലിബിനോട് പറഞ്ഞു ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോയാൽ മിഥുൻ ഹോട്ടൽ ഉണ്ടെന്ന്. ലിബിനെ
ബാ ഇതിലേ പോകണ്ടേ, വണ്ടി നോക്കണേ. മിഥുൻ ഹോട്ടൽ. മിഥുൻ ഹോട്ടൽ. ആ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കിടക്കും. അതാ മീൻ കിടക്കും, ബിരിയാണി കിടക്കും, എല്ലാമേ കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പശു, കാള. എൻ്റെ ആഗ്രഹം ഒരു കാളേനെ മേടിക്കണല്ലോ. കാള വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര അതിൽ കൂടുതൽ വേറെ ഒന്നും ഐശ്വര്യം ഉണ്ടാവും. മേടിക്കും ഗൈസ്. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാളയെ ഇങ്ങനെ ഫ്രണ്ട് കെട്ടിയിട്ടുണ്ട്, 2 സൈഡും കെട്ടിയിട്ടിട്ട് അവനെ അങ്ങ് ഫ്രണ്ട് അങ്ങ് നിർത്തും. അതിനൊരു ഐശ്വര്യമാണ്. മിഥുൻ ഹോട്ടൽ. ഇവിടെ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോടാ. പിന്നെ ഞണ്ട്, മീന്. സീറ്റ് പിടിക്കുവാ. മീൻ ഇருக்கு, ചിക്കൻ ബിരിയാണി ഇருக்கு. ഇവിടെ ഞണ്ടുള്ളൂ. സെയിമാ ഞണ്ട്, അത് ഇത് വടി കുടയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൊള്ളാം. ഇവിടെയാണല്ലോ ഭക്ഷണം വെക്കുന്നത്. പിടിച്ചോളാം. പിടിച്ചേട്ടാ, സീറ്റ് പിടിച്ചു. തുണി കിട്ടോ. അവിടുന്ന് തിരിച്ചു. സംഭവം അവിടെ ഇച്ചിരി വൃത്തി കുറവുണ്ട് കേട്ടോ. നമുക്ക് അവിടുത്തെ വൃത്തി അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജീവിതത്തിൽ ഇങ്ങോട്ടൊന്നും കയറി കഴിച്ചാക്കല്ലോ, പെട്ടുപോകും. ഉള്ളിൽ കൂടെ നോക്കാൻ എലി ഓടുമായിരുന്നു. ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കണം. അവിടെ ഒരു നല്ല ഹോട്ടലുണ്ട്, അവിടുന്ന് കഴിക്കണം. ഇവിടുന്ന് ആരും കഴിച്ചാക്കല്ല, നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഞാൻ മുൻകൂറി പറയുകയാണ്. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ റൂമിൽ വന്നിരിക്കുകയാണ്. നല്ല ഉറക്കം, നന്നായി ഉറങ്ങണം. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യണം. എപ്പോൾ എണീക്കുന്നു അപ്പം തെങ്കാശിക്ക് പോകുന്നു. തെങ്കാശി ഊട്ടി വഴി തിരിച്ച് നാട്ടിലേക്ക് പോവാം. ഊട്ടി വഴിയാ? ഊട്ടി വഴി പോവാം. ദീപിച്ചേട്ടൻ ഒന്നും കൂടെ മസാജ് ചെയ്യണം. ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാനായിരിക്കും. Goodbye and good night and Jai Evil Jet. Bye. Bye bye. Bye bye.